त्रैलोक्य चैतन्यमयी त्रिशक्रे श्री विश्वमाता भवदाज्ञैव प्रातसमुत्थाय प्रवृत्ति तव प्रियार्थ संसारयात्रामनिवर्तयामि ജീവിതം യേന സത്വം സാ നിത്യസത്യായ വൈഹുതം രക്ഷണായ ച ധർമ്മസ്യ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. ധർമ്മസങ്കല്പത്തെക്കുറിച്ചാണ് ഇന്ന് വിചാരം ചെയ്യാനുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ധർമ്മസങ്കല്പം. മഹാത്മാക്കൾ വരെ ധർമ്മത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സംശയാലുക്കളാണെന്ന് പറയുന്ന എത്രയോ ഭാഗങ്ങൾ മഹാഭാരതത്തിലും മറ്റും നമുക്ക് കാണാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അത്തരം സംശയമുള്ള സമയത്ത് മഹാത്മാക്കൾ ഏത് വഴിയാണോ പിന്തുടർന്ന് അതിനെ അനുകരിക്കുക, പിന്തുടരുക, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പറയുന്നതാണ്. ദേവീഭാഗവത്തിലെ കഥ നമ്മൾ പല പ്രാവശ്യം സൂചിപ്പിച്ചതുമാണ്. ബ്രഹ്മാവിന് വലിയൊരു സംശയം, ചുറ്റുപാട് നോക്കി ബ്രഹ്മാവിനൊരു അമ്പരപ്പ്. അനന്തമായ ആകാശത്തിലേക്ക് നോക്കി ബ്രഹ്മാവിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അദ്ദേഹം നേരെ ശിവൻ്റെ അടുത്ത് ചെന്നു. കാര്യം ഇതിൻ്റെ അറ്റം എന്താണ്, ഏതുവരെയപ്പോൾ ഈ ആകാശം, എന്താപ്പം ഇതിനൊരു അളവറ്റ ഒരവസ്ഥയാണല്ലോ. ബുദ്ധി കൊണ്ട് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല, മനസ്സിനൊരു സമാധാനമില്ല. എന്താപ്പം അത്, എങ്ങനെയപ്പോൾ ഈ അറ്റില്ലാത്തൊരു വസ്തു എന്ന് പറഞ്ഞാൽ അതിന് വല്ല അർത്ഥമുണ്ടോ? അറ്റുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞത് എന്താണ്? അപ്പോൾ ഇത് എങ്ങനെയപ്പോൾ ഉൾക്കൊള്ളേണ്ടത്? ആകെ ഒരു വർഷമായല്ലോ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു. ശിവൻ പറഞ്ഞു, ഞാനും കൈലാസത്തിലിരുന്ന് ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാല് പുറവും നോക്കി യാതൊരറ്റവും കാണാതെ വളരെ വിഷാദനാണ് ഞാനും. നമുക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് എല്ലാം എന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ അടുത്തായിരുന്നു. വിഷ്ണു പറഞ്ഞു, ഈ പാമ്പിൻ്റെ പുറത്ത് ഈ കടലിൽ മേലോട്ട് നോക്കി ഞാൻ കിടക്കുന്ന എന്താണ്, ഇത് തന്നെയാണ് എൻ്റെയും പ്രശ്നം, എനിക്ക് യാതൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഏതായാലും നമുക്ക് ആദിപരാശക്തിയെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു 3 പേരും കൂടി ആദിപരാശക്തിയെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരു വെള്ളിത്തേര് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. വെള്ളിത്തേര് പ്രത്യക്ഷപ്പെട്ടു, ഒരു അശരീരി ഉണ്ടായി, ഇതിൽ കയറിക്കൊള്ളുക എന്ന്. ഉടനെ 3 പേരും അതിലേക്ക് എടുത്ത് ചാടിക്കയറി. വെള്ളിത്തേര് വളരെ സ്പീഡിൽ അങ്ങ് പറക്കാൻ തുടങ്ങി. അനന്തമായ സ്പീഡിൽ പറക്കുന്നത് പോലെ അവർക്ക് തോന്നി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ബ്രഹ്മാണ്ടം മുഴുവൻ കഴിഞ്ഞ് മറ്റൊരു ബ്രഹ്മാണ്ടത്തിലേക്ക് വെള്ളിത്തേര് പ്രവേശിച്ചു. അവിടെയും ത്രിമൂർത്തികളും നവയോഗികളും ദേവന്മാരും അസുരന്മാരും ഇങ്ങനെയുള്ളതുപോലെ അവിടെയും കണ്ടു. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൂടെ പോയി മറ്റൊരു ബ്രഹ്മാണ്ടത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ കടന്ന്, അളവറ്റ ബ്രഹ്മാണ്ടങ്ങൾ കടന്നിട്ടും ഈ വെള്ളിത്തേര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക തന്നെ, ഇത് തീരുന്നുമില്ല. ആ ദേവീഭാഗവത്തിലെ ഒരു കഥയാണിത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പെരുന്താമര പോലെ എന്നാണ് അവർക്ക് തോന്നിയത്. പെരുന്താമര, ഒരു വലിയ താമരയുടെ ഒരു ദളത്തിൻ്റെ അപ്പുറം വേറെ ദളം, ഇങ്ങനെ തീരാത്തത്ര ദളങ്ങൾ, ഓരോ ദളങ്ങളും ഓരോ ബ്രഹ്മാണ്ടം പോലെയാണ്. ഇതിനറ്റവും കാണാതെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ കഴിഞ്ഞു പോയ സമയത്ത് 3 പേർക്കും ആകെ ബോധക്ഷയം വന്നു. എല്ലാവരും ക്ഷീണിച്ച് പരവശരായി വെള്ളിത്തേരിൽ വീണു എന്നാണ്. ആ സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇവർ പുറപ്പെട്ട സ്ഥലത്ത് തന്നെയാണ്. സമാധാനമായി. ദേവി പറഞ്ഞു, എൻ്റെ അപരിമേയമായ വൈഭവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. സാധാരണ മനസ്സോടുകൂടി നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഘടന വികലമായി പോവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ച പണി മാത്രം ചെയ്താൽ മതി. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞാൻ സൃഷ്ടിക്കാനുള്ള ധർമ്മം നിന്നെ ഏൽപ്പിച്ചല്ലോ, അതിനുള്ള ശക്തി സരസ്വതിയായിട്ട് ഏൽപ്പിച്ചു തന്നിട്ടില്ലേ? വിഷ്ണുവിനോട് പറഞ്ഞു, സ്ഥിതികാരകനായിട്ട് ഒരു ധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള ശക്തി ലക്ഷ്മി ദേവിയെ തന്നിട്ടുണ്ട്. അതുപോലെ ശിവനോടും ദുർഗയെ തന്നില്ലേ? അതുകൊണ്ട് അവരവരുടെ ധർമ്മങ്ങൾ നിർവഹിച്ചാൽ മാത്രം മതി. അവരവരുടെ ധർമ്മത്തിൽ നിന്ന് വിട്ട് ചുറ്റുപാടും നോക്കി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിലയിൽ ഉള്ളൊരു മനസ്സ് സാധ്യമല്ലാതെ വരും. വ്യക്തിത്വം മുഴുവനും വികലമായി പോകും.
നോർമൽ അല്ലാതെയാവും എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ ശേഷം പിന്നെ ഇവർക്ക് ബോധ്യമായി, പിന്നെ ബ്രഹ്മാവും വിഷ്ണു ശിവനും അവരവരുടെ ജോലി, അവരവരുടെ ധർമ്മം എന്താ വെച്ചാൽ അത് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മറ്റുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സ്വന്തം ധർമ്മത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതുമാത്രം ചെയ്യുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്യുന്ന സമയത്ത് ബാക്കി വിഷമങ്ങളൊന്നുമില്ല. അതിന് ശേഷം അവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ഭാഗം ദേവി ഭാഗവത്തിൽ കാണും. നമ്മുടെ ഈ അവസ്ഥ വാസ്തവത്തിൽ ഇതാണ്. ചുറ്റുപാടും നോക്കുന്ന സമയത്ത് അമ്പരപ്പാണ്. അതെന്താ അയാളിങ്ങനെ കള്ളും കുടിച്ചിങ്ങനെ കൂത്താടി നടക്കുന്നല്ലോ, വീട് തറവാട്ടിലുള്ള സ്വത്ത് മുഴുവനും ഒക്കെ വിറ്റ് കള്ളു കുടിച്ച് അവിടെയുള്ള വീട്ടുകാർ മുഴുവനും ഇപ്പോൾ അനാഥരായി തെണ്ടുകയാണല്ലോ, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല, അയാളൊന്നും മര്യാദയ്ക്ക് നിർത്താൻ എന്തുണ്ട് മാർഗം? ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ സമാധാനം പോവും, നമ്മളെ മനസ്സിൻ്റെ ഘടനയിൽ ചില വൈകല്യം വന്നു എന്ന് വരാം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തെ, മെൻ്റൽ ഹെൽത്തിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യാമെന്നർത്ഥം. അതുപോലെ വേറൊരു കാര്യം, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളതല്ലാത്ത മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ വിഷമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നോർമലായിട്ടുള്ള സ്വഭാവത്തിൽ എന്തെങ്കിലും വികലത വരുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കാര്യം എന്താ വെച്ചാൽ അത് വേണ്ടതുപോലെ നോക്കുക. മറ്റത് നോക്കാൻ വേറെ അധികാരികളുണ്ടാവും, അതും ഈശ്വരാവതാരം പോലെ അതിനുള്ള ഘടകങ്ങൾ ഈ ലോകത്ത് സംജാതമായിട്ടുണ്ടായിരിക്കും, അവർ നോക്കിക്കോളുന്നതാണ്. അതുകൊണ്ട് നമ്മളതൊന്നും നോക്കണ്ട. മാലയത്തിൽ ഗുരുക്കന്മാർ അടുത്ത് ശിഷ്യന്മാർ പഠിക്കാൻ പോയി 14 വർഷം പഠിച്ചു കഴിഞ്ഞ് പോണ സമയത്ത് ഉപദേശം കൊടുക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് ഇയാംബ്ലിക്കസിൻ്റെ ബുക്കിൽ കാണാം നമുക്ക്. ഹിമാലയൻ ഗുരുവായിട്ടുള്ള ഹിലേരിയൻ മാസ്റ്റർ ഇവിടുന്ന് സമാധിയായി കഴിഞ്ഞിട്ട് ഗ്രീസിൽ പോയിട്ട് ഒരു അവതാരം എടുത്തു എന്നാണ് ഇയാംബ്ലിക്കസ് എന്നുള്ള പേരിൽ. അദ്ദേഹം ഈ ഹിമാലയൻ വിസ്റ്റം മുഴുവനും ഗ്രീക്ക് ഭാഷയിൽ എഴുതിയുണ്ടാക്കിയത്. അതിൽ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന ഭാഗം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതൊരു പുസ്തകമായിട്ട് തന്നെ അവൈലബിൾ. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ കിട്ടി. ലൈറ്റ് ഓൺ ദ പാത്ത് എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ കാണാം, ഒന്നാമത്തെ ഉപദേശമാണ്, യു ആർ എലിജിബിൾ ടു ടോക്ക് ഓൺലി വെൻ യുവർ ടങ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് കപ്പാസിറ്റി ടു വൂണ്ട് ദ ഹാർട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കാനുള്ള കഴിവ് എപ്പോഴാണോ നിൻ്റെ നാക്കിന് നഷ്ടപ്പെടുന്നത് ആ സമയത്ത് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ അർഹരാവുന്നുള്ളൂ. യു ആർ എലിജിബിൾ ടു ഹിയർ ഓൺലി വെൻ യുവർ ഇയേഴ്സ് ഹവ് ലോസ്റ്റ് ദർ സെൻസിറ്റീവ്നെസ്. യു ആർ എലിജിബിൾ ടു സീ ഓൺലി വെൻ യുവർ ഐസ് ആർ ഡ്രൈഡ് അപ്പ് ഓഫ് ദർ ടിയേഴ്സ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. Ambition is exhibited by men of power and intelligence, aimed at establishing superiority over fellow beings, and the reward of which is soon proved to be dust. ഇങ്ങനെ പറഞ്ഞു പോയി അവസാനം പറയേണ്ടത്, beware unseen eyes are watching you. ഇങ്ങനെ 56ഓളം ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഒരുപാട് ഉപദേശം തന്നു, ഇതിൽ പരമപ്രധാനമായിട്ടുള്ള ഏത് എന്നാണ് ഞങ്ങൾ ധരിക്കേണ്ടത്? അപ്പോൾ പറയാണ്, അഹിംസയേവ പരമോ ധർമ്മ എന്ന് പറയും. പരമമായ ധർമ്മം അഹിംസ മാത്രമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പാണ്. നിലനിൽപ്പ് വേണമെങ്കിൽ ഏറ്റവും വലുതായിട്ട് ആചരിക്കപ്പെടേണ്ടായുള്ള ഒരു ധർമ്മം എന്താണ്? അഹിംസ. ഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടൽ എന്നർത്ഥം, ഇൻ്റർഫിയറൻസ്. അഹിംസ എന്ന് പറഞ്ഞാൽ നോൺ ഇൻ്റർഫിയറൻസ്. അവനവൻ്റെ ധർമ്മം വിട്ട് നമ്മൾ എന്തെങ്കിലും ബാക്കി കാര്യങ്ങളിൽ വ്യാപരിക്കാൻ പോയി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം മുടങ്ങിപ്പോവും. ഈ ധർമ്മത്തിൽ ലംഘനം വരുന്നതാണ്. വികലമാണെങ്കിലും സ്വധർമ്മമാണ് ഉത്കൃഷ്ടമായ പരധർമ്മത്തെക്കാൾ വലുത് എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ധർമ്മം എന്നുള്ള വാക്ക് 4 അർത്ഥത്തിലാണ് ശാസ്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയും. ഒന്നാമത്തത് എന്നെ, ധർമ്മം എന്ന് പറഞ്ഞാൽ ധൈര്യം നിലനിർത്തുന്നതെന്ന് അർത്ഥമാണല്ലോ. ദാറ്റ് വിച്ച് സസ്റ്റെയിൻസ്, നമ്മൾ നിലനിർത്തുന്നത്, എന്തിനേയും നിലനിർത്തുന്നതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ നിലനിർത്തുന്നത് ഏതാണ്? എന്നെ നിലനിർത്തുന്ന ഇത് എന്താണ്? അതാണ് ഒന്നാമത്തെ ധർമ്മത്തിൻ്റെ. രണ്ടാമത്തെ, ഞാൻ എന്തിനൊക്കെയാണ് നിലനിർത്തേണ്ടത്, രണ്ടാമത്തെ അർത്ഥം. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ സംബന്ധിക്കുക, രണ്ടാമത്തെ സോഷ്യൽ കോൺഷ്യസ്നെസ് സംബന്ധിക്കുക, മൂന്നാമത്തെ ഈ എല്ലാറ്റിനെയും നിലനിർത്തുന്നത് എന്താണ്, അത് കോസ്മിക് കോൺഷ്യസ്നെസ്, ബ്രഹ്മം എന്നൊക്കെ പറയുന്നു. നാലാമത്തെ അർത്ഥം പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ഒന്നിൻ്റെ അല്ലാതെ, ഒന്നുമായിട്ട് ബന്ധമില്ലാതെ ഈ ഏതാണോ നിലനിർത്തുന്നത് അതിൻ്റെ സ്വരൂപം എന്താണ്. അങ്ങനെ 4 എണ്ണമാണ്. അതായത്
എന്നെ നിലനിർത്തുന്നത് എന്തൊക്കെയാണ്, ഞാൻ എന്തിനൊക്കെ നിലനിർത്തണം, ഈ എല്ലാറ്റിനെയും നിലനിർത്തുന്നത് എന്താണ്, അതിൻ്റെ സ്വരൂപം എന്താണ്. ഇങ്ങനെ 4 തലങ്ങളായിട്ടാണ് ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ 4ാമത്തെ തലത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് എറ്റിമോളജിക്കൽ മീനിങ് ധാ റ് മാ എന്നാണ്. ധാ എന്ന് പറഞ്ഞാൽ ബോധം, ബുദ്ധി. എന്ന് പറഞ്ഞാൽ തത്വമാണ്. മാ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കൽ. ബുദ്ധി, ബോധം എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചറിവ് എന്നുള്ള അർത്ഥം എടുക്കണം എന്നാണ്. ഇത് അമ്മ, ഇത് അച്ഛൻ, ഇത് മക്കള്, ഇത് പിലാവ്, ഇത് പട്ടി, ഇത് പൂച്ച, ഇത് തിരിച്ചറിവ്. ഇത് കസേല, മേശ, തിരിച്ചറിവുണ്ടല്ലോ. ആ തിരിച്ചറിവില്ലാതെയാവുക എന്നർത്ഥം. തിരിച്ചറിവില്ലാതെയാക്കുക. അതായത് ഈ ആഭരണ ബുദ്ധി അങ്ങ് പോയി സ്വർണ്ണ ബുദ്ധി വന്നു എന്നർത്ഥം. ഒരു സ്വർണ്ണ കടക്കാരൻ്റെ അടുത്ത് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു മാല കൊണ്ടേ കൊടുത്തു എന്ന് വെച്ചാൽ ഉടനെ അയാൾ എടുത്തിട്ട് നോക്കും. 1.5 പവനുണ്ട്, എത്ര റുപ്യക്ക് ഉണ്ട് എന്നേ പറയുള്ളൂ. മാലയൊന്നും അയാൾ നോക്കില്ല. സ്വർണ്ണ ബുദ്ധി, എത്ര സ്വർണ്ണം ഉണ്ട് മാത്രമേ നോക്കുള്ളൂ. എന്ത് ആഭരണം കൊടുത്താലും എത്ര തൂക്കം സ്വർണ്ണം ഉണ്ടെന്നേ നോക്കുള്ളൂ. അതും സ്വർണ്ണം, ഇതും സ്വർണ്ണം. ഇതെന്താന്ന് വെച്ചാൽ അത് സ്വർണ്ണം, മറ്റെന്താന്ന് വെച്ചാൽ സ്വർണ്ണം. മോതിരം എടുത്ത് കാണിച്ചു ഇതെന്താന്ന് വെച്ചാൽ സ്വർണ്ണം. ആ സ്വർണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ചറിവ് ഇല്ലാതെയായി. സ്വർണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്നർത്ഥം. എന്ത് കണ്ടാലും ഉടനെ കയ്യിലിട്ട് എത്ര തൂക്കം ഉണ്ടാവും ഏകദേശം നോക്കും. അല്ലാതെ എന്താ നോക്കി അതിൻ്റെ ഘടന നോക്കി രസിക്കിയതൊന്നുമില്ല എന്നർത്ഥം. അപ്പം ഇങ്ങനെ ഈ വൈവിധ്യങ്ങളൊക്കെ തന്നെ ഏതൊന്നാണോ ഈ വൈവിധ്യങ്ങളായി പരിണമിച്ച് ഈ രീതിയിലൊക്കെ വിരാജിക്കുന്നത്, ആ ഒന്നിനെ കാണുകയാണ്. അതിൻ്റെ നാനാതരത്തിലുള്ള ഈ പ്രാതിഭാസിക ദൃശ്യങ്ങളാണ് ഇതൊക്കെ എന്ന് ധരിക്കുകയാണ്. അപ്പം ആ ഒരവസ്ഥയിലെത്തിയിട്ടുള്ള, ആ അവസ്ഥയിലേക്ക് നയിക്കപ്പെട്ട ഒരു കാഴ്ചപ്പാടിൽ അതിനെ ധർമ്മം എന്ന് പറയണമെന്നാണ് 4ാമത്തെ അർത്ഥം പറയാം. അപ്പോൾ ആ ധർമ്മിഷ്ഠനായി കഴിഞ്ഞാൽ പിന്നെ അദ്വൈതമായി. ദ്വൈത ഭ്രാന്തി എന്ന് പറഞ്ഞൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്, സോഷ്യൽ കോൺഷ്യസ്നസ്, കോസ്മിക് കോൺഷ്യസ്നസ്, 4ാമത്തെ കോൺഷ്യസ്നസ് ബൈ ഇറ്റ് സെൽഫ്. മറ്റതൊക്കെ ആപേക്ഷികമാണ്. ഇൻഡിവിജ്വലിനെ അപേക്ഷിച്ച കോൺഷ്യസ്നസ്, സൊസൈറ്റിയെ അപേക്ഷിച്ചുകൊണ്ടുള്ള കോൺഷ്യസ്നസ്, ഈ കോസ്മോസിന് അപേക്ഷിച്ചുകൊണ്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നസ്. അവസാനത്ത് ദ കോൺഷ്യസ്നസ് ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ആ കോൺഷ്യസ്നസ്സിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുന്ന അവസാനത്തെ ഒരു അവസ്ഥയുണ്ടെന്നാണ്. അപ്പോഴേക്കൊക്കെ നമ്മളെ ഈ സാധാരണ മനസ്സൊക്കെ മാറിപ്പോകുന്ന പറയും. യാതൊരു ബോധം ഉണ്ടാവില്ല, ഈ തിരിച്ചറിവൊന്നും ഉണ്ടാവില്ല. രമണ മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അമ്മ ചെന്നിട്ട് മോനെ എന്തെങ്കിലും സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടിയില്ല. അവസാനം സ്ലേറ്റും പെൻസിലും കൊടുത്തതിൽ എന്തെങ്കിലും എഴുതിത്താന്ന് പറഞ്ഞു. മിണ്ടില്ലെങ്കിൽ അമ്മയോട് എന്തെങ്കിലും ഒന്ന് എഴുതിത്തരുമെന്ന്. ആ പെൻസിലെടുത്താലും ഇങ്ങനെ കുറേ കുത്തി വരച്ചു. ആ തിരിച്ചറിവില്ലാതെ എന്ന് ആ ധർമ്മത്തിൻ്റെ 4ാമത്തെ നിർവചനത്തിൻ്റെ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് താൽക്കാലികമായി ആ സമയത്ത് എത്തിയിരുന്നു എന്നർത്ഥം. അങ്ങനെ ധർമ്മത്തിന് 4 അവസ്ഥകൾ പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിലെ സർവ്വ കാര്യങ്ങൾ നോക്കിയാൽ ധർമ്മത്തിൽ അധിഷ്ഠിതാണെന്ന് പറയാറുണ്ട്. ധർമ്മത്തിൽ അധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ നിലനിർത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെയാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ തത്വങ്ങൾ നടത്തും. ഉദാഹരണമായിട്ട് സൂര്യൻ അവിടുന്ന് എത്രയോ അധികം കിരണങ്ങളെ, ഫോട്ടോണിക് എനർജി 4 ഭാഗത്തേക്കും വാരി വെതറുകയാണ്. അത് ഭൂമിയിലെത്തി സമുദ്രത്തിലെ വെള്ളത്തെ തിളപ്പിച്ച് അതിൽ നിന്ന് ആവിയാക്കി മഴയും മറ്റൊക്കെ ആയിട്ട് വന്ന് അതിൽ സസ്യലതാദികളെ വളർത്തുകയാണ്. അതിൻ്റെ ഉള്ളിൽ സോളാർ എനർജി ഏകദേശം 22 മുതൽ 24% ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. അതാണ് നമ്മൾ തിന്നിട്ട് അത് ദഹിച്ച് മെറ്റബളൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ്ഡ് എനർജി റിലീസ് ചെയ്തിട്ട് ട്രാൻസ്ഫോർമറായിട്ടുള്ള ബ്രെയിന്, നെർവസ് സിസ്റ്റം മുതലായതിലൊക്കെ സൂക്ഷിച്ച്, അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ആംഗ്യം കാണിക്കുന്നതും ഒക്കെ തന്നെ. അത് ഫോട്ടോണിക് എനർജിയാണ് ഇവിടെ. അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാലം വരെ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കും. അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ സ്പെക്ട്രത്തിൽ അപ്പുറോ ഇപ്പുറോ കുറച്ചധികം കടന്നു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു എന്നാണ്. ഇപ്പോൾ കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്നത് പെട്ടെന്ന് സെക്കൻഡിൻ്റെ ഒരു ഫ്രാക്ഷൻ കൊണ്ടാണ് 1000കണക്കിൽ ഡിഗ്രിയൊക്കെ ആയി ചൂട് വർദ്ധിച്ച അവിടെ. അതോടുകൂടി അവർ സെക്കൻഡ് കൊണ്ട് തന്നെ ഭസ്മമായി, അതും അതിൻ്റെ അപ്പുറമായി തീർന്നുണ്ടാവും എന്നുള്ളതിന് സംശയം. അപ്പോൾ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുകൊണ്ടാണ് നമുക്കിവിടെ ജീവിച്ചിരിക്കാൻ സാധിക്കുന്നത്. ഈ ജീവന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പരിപാടി ഇടാനും
തമാശ പറയാനും ലീല വിനോദങ്ങൾക്കൊക്കെ തന്നെ സാധിക്കുന്നതാണ്. മറ്റ് പല ഗോളങ്ങളിലും ചില സമയത്ത് ഏതാനും സെക്കൻഡ് സമയത്ത് മാത്രം ഭൂമിയുടെ അതേ അന്തരീക്ഷം ഉണ്ടായി എന്ന് വരാം. ഉടനെ തന്നെ 300-400 ഡിഗ്രി ആയിട്ട് അങ്ങോട്ടോ അല്ലെങ്കിൽ -20 -40 ആയിട്ട് ഇങ്ങോട്ടോ മാറി എന്ന് വരാം. അതുകൊണ്ട് അവിടെ ജീവൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ ഈ ജീവൻ്റെതായിട്ടുള്ളൊരു ധർമ്മം പ്രകടമാകുന്ന ഒരു സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറയും. ഈ ഭൂമി കുറച്ച് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ആ ചെരുവുകൊണ്ടാണ് ഇവിടെ വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശിശിരം, ശരത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കാലങ്ങളൊക്കെ മാറി മാറി വരാൻ കാരണം. അപ്പോൾ അതൊക്കെ ഇതുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള എനർജിയാണ് സൂര്യൻ. എങ്കിലും ആ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ, സൂര്യപ്രകാശത്തിൽ പല സ്പെക്ട്രം ഉണ്ട്. ചിലത് കുറച്ച് പിയേഴ്സ് ചെയ്യും, കുറച്ച് കൂടുതൽ പിയേഴ്സ് ചെയ്യും. ആ സൂര്യപ്രകാശം ഏൽക്കുന്ന സകല സെല്ലിൻ്റെ ഉള്ളിലുള്ള DNA ഡീനേച്ചർ ചെയ്തു കേടുവരുന്നുണ്ട്. പക്ഷെ കേടുവരുമ്പോൾ തന്നെ പെട്ടെന്ന് അതിനെ റിപ്പയർ ചെയ്ത് ശരിയാക്കാനുള്ള സംവിധാനവും നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്നാമത് സൂര്യപ്രകാശം അകത്ത് കടക്കാതെ ഇരിക്കാൻ വേണ്ടി ഈ പിഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇഷ്ടിക പാകിയതുപോലെ ശരീരം മുഴുവൻ പാകിയിരിക്കുകയാണ് പിഗ്മെൻറ്റ്സ്. ആ പിഗ്മെൻറ്റിൻ്റെ ഇടയിൽ കൂടി വല്ല ക്രവിസസ് കൂടെ ഈ ലൈറ്റ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും. ആ ഡാമേജ് എന്ന് പറഞ്ഞാൽ DNA ഡീനേച്ചർ ചെയ്യാണ്. ആ ഡീനേച്ചർ DNA ഇമ്മീഡിയറ്റ്ലി കട്ട് ആൻഡ് റിമൂവ്ഡ് ആൻഡ് റിപ്പയർഡ് ബൈ എൻസൈം സിസ്റ്റംസ്. എൻഡോന്യൂക്ലിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ എൻസൈം സിസ്റ്റംസ് ഉണ്ട് ശരീരത്തിൽ. നമ്മളൊന്ന് പുറത്ത് 1 മിനിറ്റ് വെയിൽ കൊണ്ടാൽ കോടാനുകോടി DNA മോയിറ്റീസ് തകർക്കപ്പെടുന്നുണ്ട്. അത് അപ്പോൾ തന്നെ റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തീരെ നമ്മളിതൊന്നും അറിയുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പ്രകൃതി ചെയ്യുന്നതായിട്ടുള്ള അത്ഭുതകരമായ പ്രക്രിയകൾ എത്രയാണ് നമ്മൾ ആലോചിച്ചാൽ അത്ഭുതപ്പെടും. ഓരോ സെക്കൻഡിലും നമ്മൾ ജീവിച്ചിരിക്കാൻ കാരണമായിട്ടുള്ള എത്രയോ ഘടകങ്ങളാണ് ഈ ബ്രഹ്മാണ്ടത്തിൽ. ഉദാഹരണമായിട്ട് ബ്രഹ്മാണ്ടം മുഴുവനും ഇലക്ട്രോ മാഗ്നറ്റിക്സാണ്. ഇപ്പം നമ്മളിവിടെ 2 മാഗ്നറ്റ് വെച്ച് അതിൻ്റെ നടുക്കൊരു കോയിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കറണ്ട് കിട്ടും. എത്ര കറണ്ട് കിട്ടും? ഇൻഫിനിറ്റ് ക്വാണ്ടം ഓഫ് എനർജി ക്യാൻ ബി ഈക്വഡ് ഔട്ട് ഫ്രം ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ അറ്റ്മോസ്ഫിയർ മുഴുവനും ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ 1 മീറ്റർ ലെങ്ത്തിന് 150 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്. അപ്പോൾ നമ്മളെ ശരീരത്തിന് 1 മീറ്ററിൽ കൂടുതൽ നീളമുണ്ട്. 1 മീറ്ററിന് ഉള്ളിൽ നീളമുണ്ടെന്ന് പറഞ്ഞാൽ 150 കൂടുതലായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഷോക്ക് അടിച്ച് നമ്മളൊക്കെ മരിക്കേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ അറ്റ്മോസ്ഫിയറിക് ഷോക്ക് നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ എയർ ഇൻസുലേറ്റ് ചെയ്യുകൊണ്ടാണ്. വായുമണ്ഡലം നമ്മളെ മേലെ മുഴുവൻ പൊതിഞ്ഞ് ഈ കറണ്ട് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി പൊതിഞ്ഞ് കൊണ്ടു നടക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മളെ എയർ ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നത്. പിന്നെ ഈ എയറിലുള്ള ഘടനകൾ നോക്കുകയാണ്. ഘടനകൾ ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോഴേക്ക് കഥയ്ക്കും പട്ടി കഥയ്ക്കുന്ന മാതിരി കഥയ്ക്കും. ഓക്സിജൻ ടെൻഷൻ കുറയാണ്. അപ്പോൾ ഈ ഓക്സിജൻ കണക്കിൽ വേണ്ടത്ര ഓക്സിജൻ, നൈട്രജൻ, ഈർപ്പൊക്കെ വേണം, ഹ്യൂമിഡിറ്റി ഒക്കെ കണക്കിൽ ഒരു പ്രത്യേക തോതിലാണ് ഈ നമ്മുടെ ഈ വായുമണ്ഡലത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളതൊന്നും അറിയുന്നില്ല. സുഖമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിരിക്കുന്നു. ഈ നടക്കാനിരിക്കാനൊക്കെ എന്തുമാത്രം എയറിൻ്റെതൊക്കെ നമുക്ക് അത്യാവശ്യമാണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇതൊക്കെ അറിയാതെ നമുക്ക് വേണ്ടി ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരുക്കി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി എന്ന സംവിധാനം ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ, രണ്ടാമത്തെ അർത്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഒരുപാട് ധർമ്മങ്ങൾ നമുക്കും ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്? ഒന്നാമത് ഭൂമിയിൽ നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടാൽ അത് മുളച്ച് വരാനും പുഷ്പിക്കാനും കായ്ക്കാനും അത്യാവശ്യമായുള്ള വളങ്ങൾ മുഴുവനും പ്രകൃതിയിലുണ്ട്. ഭൂമിയിൽ നിക്ഷിപ്തമാണ് ജന്മന. ഇത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് അതൊക്കെ വലിച്ചെടുത്ത് ഈ ചെടി അവസാനം അതിൽ തന്നെ ഉണങ്ങി ചീഞ്ഞ് അതോടുകൂടി ചേരാൻ കാരണം അത് വളമായിത്തീരുകയാണ്. വീണ്ടും വളമായിത്തീരുക. അതിന് കാരണം ബാക്ടീരിയ, ഫംഗസ്, വൈറസ് മുതലായതാണ്. പക്ഷേ നമ്മളിതിന് ഈ കെമിക്കൽ വളം അടിക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസൊക്കെ കംപ്ലീറ്റായിട്ട് ചത്തുപോവാണ്. ചത്തുപോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമിയിലുള്ളതായ മറ്റ് പദാർത്ഥങ്ങളെ ചീയിച്ച് വളാക്കാനുള്ള കഴിവ് ആ ഭൂമിക്ക് നഷ്ടപ്പെടുകയാണ്. അതോടുകൂടി ആ ഭൂമി ചത്തുപോവാണ്. അപ്പം നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഈ ഭൂമിയെ കൊല്ലാൻ വേണ്ടി ഈ കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്ന കാര്യം വളരെയധികം അപായകരമായിട്ടുള്ളൊരു സംഗതിയാണ്.
ഇതൊക്കെ കെമിക്കലായിട്ടുള്ള റിസർച്ച് വർക്ക് ചെയ്ത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ വിസ്ഡുമായിട്ട് ചേരാതെ, ഇൻ്റലിജൻസ് ഈസ് പ്രൗഡ് ദാറ്റ് ഇറ്റ് നോസ് സോ മച്ച്, വിസ്ഡം ഈസ് ഹംബിൾ ദാറ്റ് ഇറ്റ് നോസ് സോ ലിറ്റിൽ. അപ്പോൾ ഈ വിസ്ഡത്തിനെ കൂട്ടുപിടിക്കാത്ത ഇൻ്റലിജൻസ് ആണ് ഇത് കൊള്ളാം, ഇത് തളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒറ്റ പ്രാണി വരില്ല, ഈ പച്ചക്കറി തിന്നുന്ന വെട്ടുകിളി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അത് മാത്രം നോക്കിയിട്ട് അങ്ങ് അടിക്കുകയാണ്. വിളവ് നല്ല ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വിളവ്? അപ്പം അങ്ങനെ മാനാഞ്ചിറ മൈതാനി കോഴിക്കോട് അവിടെയുള്ള മണ്ണ് മുഴുവനും കളച്ച് മാറ്റി പുതിയ മണ്ണ് കൊണ്ടുപോയി ഇപ്പോൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എത്രയോ ലക്ഷങ്ങളാണ് അതിൻ്റെ കരാറുകാർക്കൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മണ്ണിന് എന്താ കുഴപ്പം പറ്റിയാൽ നിറയെ പുല്ലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഇത് വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ എർത്തിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സകല പ്രാണിവർഗങ്ങളെ, വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, ഇതിനെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളെ നിലനിർത്താൻ വേണ്ടി പ്രകൃതി ആസൂത്രണം ചെയ്തിരിക്കുന്ന അതിനെ ഇരിക്കുന്ന കൊമ്പിൻ്റെ കടക്കൽ നമ്മൾ തന്നെ മുറിക്കുക എന്ന് പറഞ്ഞ മാതിരി. രണ്ടാമത്തെ ഒരു അപകടം എന്താണ്? കോസ്മിക് എനർജി, പുറത്തുള്ളതായ ബീറ്റ റേസൊക്കെ ഇങ്ങോട്ട് വന്നാൽ, ബീറ്റ റേസ്, ഗാമ റേസ്, ഇങ്ങനെ കുറേ റേസ് ഉണ്ടല്ലോ, കോസ്മിക് റേസ് പുറത്തുള്ളത്, വായുമണ്ഡലത്തിൻ്റെ അപ്പുറമുള്ളത്, അതിങ്ങനെ ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ മുഴുവൻ എത്രയോ മേലെ തന്നെ വെച്ച് വായുമണ്ഡലത്തിലെ ഓസോൺ റിയാക്ട് ചെയ്ത് കളയാണ്. O3 ഉടനെ O2+O ആവും, വീണ്ടും O3 ആവും. അങ്ങനെ ഈ മാലിന്യങ്ങൾ അങ്ങ് ചെല്ലുന്നത് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ഈ കോസ്മിക് റേസിനെ, ഇൻജൂറിയസ് ആയിട്ടുള്ള റേസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഓസോൺ അംബ്രല അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ധാരാളം ഫാക്ടറികളിൽ മാരകമായ ഗ്യാസ് ഉണ്ടാക്കി മേലോട്ട് ഇങ്ങനെ വിട്ട് ആ ഓസോൺ ലെയറിനെ പോയ്സണസ് ആക്കുകയാണ്. അപ്പോൾ ഭൂമിയെ കൃത്രിമ വളങ്ങളെ കൊണ്ടും ഈ ആകാശ അന്തരീക്ഷത്തെ, നമ്മുടെ കൊടയെ ഈ പിന്നെ പുകകളെ കൊണ്ടും, പോയ്സണസ് ആയിട്ടുള്ള പുകകളെ കൊണ്ടും നശിപ്പിച്ച് നമ്മളെ തന്നെ അവസാനം ജീവിക്കാൻ കൊള്ളരുതാതാക്കി മാറ്റുകയാണ് എന്നാ പറയാം. അതുകൊണ്ട് ബോധവൽക്കരണം നാനാഭാഗത്തും നടത്തുന്ന കുറേ ത്യാഗികളായിട്ടുള്ള പ്രവർത്തകന്മാരുണ്ട്. പക്ഷേ വേണ്ടത്ര എല്ലാവരെയും ബോധവൽക്കരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഉദാഹരണമായിട്ട് ഒരു ആശുപത്രിയിൽ ഒരു രോഗി മരിച്ചു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ വന്നപ്പോഴേക്ക് രോഗി മരിച്ചു. ആളുകളെല്ലാം കൂടി ഉടൻ എന്താ ചെയ്യുന്നത്? ആശുപത്രിയിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആശുപത്രി തല്ലി തകർത്ത് പേഷ്യൻസിനോടൊക്കെ പുറത്തിറങ്ങാൻ പറഞ്ഞ് അവിടെയുള്ള കട്ടിലൊക്കെ തല്ലി നാശാക്കി. നമ്മൾ പിന്നെ രാമനാട്ടുകര അതേമാതിരി ആശുപത്രി തല്ലി തകർത്തു. അതുപോലെ കണ്ണൂരപ്പുറം പയ്യന്നൂരും ഒരു നഴ്സിംഗ് ഹോം തല്ലി തകർത്തു. ഡോക്ടറെ കാറ് മുഴുവനും തല്ലി തകർത്ത് കളഞ്ഞു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ചെയ്യുന്ന പ്രതികരണമാണ്, പക്ഷേ എവിടെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്നർത്ഥം. ഒരു ഡോക്ടർ എന്തെങ്കിലും ഒരു കൃത്യവിലോപനം നടത്തിയാൽ ആ ഡോക്ടർക്ക് അറിയിക്കുന്ന ശിക്ഷ കിട്ടണം. അല്ലാതെ ഈ ആശുപത്രിയിലെ കിടക്കുകളും കട്ടിലുകളും അവിടെയുള്ള കുപ്പികളും അവിടെയുള്ള ഡ്രിപ്പ് സെറ്റും ഒക്കെ എന്ത് തെറ്റാ ചെയ്ത്? ആ ബിൽഡിങ് എന്ത് തെറ്റാ ചെയ്ത്? പിറ്റേ ദിവസവും ആളുകൾക്ക് അവിടെ ഓടി വരണ്ടേ? വല്ല പട്ടി കടിക്കുകയോ പാമ്പ് കടിക്കുകയോ ചെയ്താൽ ഓടി വരേണ്ട സ്ഥലമാണ്. അത് മുഴുവൻ തല്ലി തകർക്കുമ്പോൾ എന്തൊരു സേവനമാണ് അവർ ഈ സമൂഹത്തിന് ചെയ്യുന്നു എന്ന് ആലോചിക്കുന്നില്ല. അതാണ് ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത പ്രതികരണം നടത്തും. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? അതുപോലെ കുട്ടിയെ, ഒരു ബസ് പോണ സമയത്ത് കുട്ടിയെ തട്ടി, ഉടനെ നമ്മളെന്താ ചെയ്യുക? നാട്ടുകാരെല്ലാം കൂടി ആ ബസ് തല്ലി തകർത്ത് അതിന് തീ കൊടുത്ത് അതങ്ങ് നാശാക്കും. അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ തല്ലി കൊല്ലാൻ നോക്കുക. അങ്ങനെയൊക്കെ ഒരാളെ തല്ലി ചതച്ച് അയാൾ ചത്തു എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓടി. പക്ഷേ അയാളെ ആരൊക്കെയോ ആശുപത്രി കൊണ്ടുപോയി കഷ്ടി രക്ഷപ്പെട്ടു അയാൾ. അപ്പോൾ തെറ്റാണ്, അതിന് ശിക്ഷയുണ്ട്, ശിക്ഷിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. അപ്പോൾ ആ സംവിധാനം പരാജയപ്പെടുകയാണെങ്കിൽ നമ്മളതിൽ ഇടപെട്ടിട്ട് അവരെ ശിക്ഷിപ്പിക്കാനുള്ള തെളിവ് കൊടുക്കലും മറ്റൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളതല്ല, അവിടെ എന്തോ സംഭവിച്ചു, അതിന് ബദലായിട്ട് ഇവിടെ എന്തോ ചെയ്യണമെന്ന് മാത്രം. നോൺ സ്പൈക്ക് വിവേകം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മളിൽ നിന്ന് വിട്ട് അകന്ന് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തത്വമാണെന്നർത്ഥം. എന്നാൽ ധർമ്മബോധം നമ്മളിൽ നിന്ന് അകന്ന് പോയി അധർമ്മികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. എവിടെയാണ് പ്രതികരിക്കേണ്ടത്? എന്താണ് എൻ്റെ ധർമ്മം എന്ന് അറിയുന്നില്ല എന്നർത്ഥം. ഒരു കുട്ടിയുടെ മേലെ ബസ് തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ധർമ്മം എന്താണ്? ആദ്യം ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കുക. അതിനുശേഷം തട്ടിയിട്ട ആ ഡ്രൈവറെ പിടിച്ച് അറസ്റ്റ് ചെയ്യിക്കുക. എന്നിട്ട് അയാളെ തെറ്റെന്താന്ന് കണ്ടുപിടിച്ച് അതിന് തക്ക ശിക്ഷ എന്താണോ
നമ്മുടെ ഗവൺമെൻറ് നിയമപ്രകാരം വെച്ചാൽ അത് കൊടുപ്പിക്കുക, അത് കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിൽ അതിന് വേണ്ട പ്രതികരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അവരെ ബോധവൽക്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നിൽ കുറേ ആളുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വല്ലാതെ അനീതി നടക്കൂല. അപ്പം അങ്ങനെ ധർമ്മം വിട്ട് അധർമ്മത്തിൻ്റെ വഴിക്ക് ചിന്തിച്ച് അങ്ങനെ പോകുന്നു. അതിന് പിൻബലം കിട്ടുന്നു. കൈക്കൂലി വാങ്ങുന്നത് അധർമ്മമാണെന്ന് ഉള്ളിലൊരു ബോധം നമുക്കില്ലാതെ വരികയാണ്. അപ്പം അത് എല്ലാവരും അങ്ങനെ ചെയ്യണം, പിന്നെ ഞാനെന്താ ചെയ്തൂടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബോധവൽക്കരണം, ധർമ്മബോധം എന്ന് പറഞ്ഞൊരു സംഗതിക്ക് ആദ്യമേ ഒരു നേതൃസ്ഥാനം കിട്ടുന്നില്ല എന്നർത്ഥം. അതിന് നേതൃത്വം കൊടുക്കാനുള്ള ആളുകളുടെ എണ്ണം ചുരുങ്ങി വരുന്നു എന്നർത്ഥം. അപ്പം അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ധർമ്മബോധമുള്ളവർ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അവരെ മക്കളിലേക്കും മക്കളെ മക്കളിലേക്കൊക്കെ ഈ ധർമ്മബോധം സംക്രമിക്കണം. എന്നാലും ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്തുകൂടാത്തതെന്ന് ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ ബോധ്യം വരണം. ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യാൻ കാരണം ഡോക്ടർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ മെഡിസിൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ, അത് എങ്ങനെയാണ് ഒരു രോഗിക്ക് ഏൽപ്പിച്ച് കൊടുക്കുക. കുറച്ച് താമസിച്ചാൽ എന്താ സേവന മനസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഈ ഓരോന്നിനും വേണ്ട ധർമ്മബോധമുണ്ട്. ആ ധർമ്മബോധത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം കുറഞ്ഞു വരുകൊണ്ടാണ് അങ്ങനെ എന്നാ പറയുന്നത്. നമുക്ക് ഗീത ധർമ്മബോധത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു ശാസ്ത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. അതിലൊന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാഹ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ ഇങ്ങനെ പറയുന്ന ആ ധർമ്മബോധത്തെ ഉണർത്താൻ വേണ്ടി ഉള്ള ആദ്യ പാഠം മുതൽക്ക് തുടങ്ങുകയാണ് ധർമ്മബോധത്തെ ഉണർത്താൻ. അപ്പോൾ ധർമ്മബോധം ഉണർന്നില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവസാനം നമുക്ക് തന്നെ നമ്മൾ ഉപദ്രവകാരിയാവുന്ന കാലം അധികം വിദൂരത്തായിരിക്കില്ല. ഉദാഹരണമായി ലോകം മുഴുവൻ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഉണ്ട്. നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മേലുള്ള ലായനികളാണ്. അതായത് വിയർപ്പ്, എക്രൈൻ ഗ്ലാൻസ്, സെബേഷ്യസ് ഗ്ലാൻസ്, ഇങ്ങനെ കണ്ടതൊക്കെയാണ് അതിലുള്ളതായ സെക്രീഷൻസ്. അതിലെ ഫാറ്റി ആസിഡ് ഇതൊക്കെയാണ്. ആ ഗ്ലാൻസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതായിട്ടുള്ള സെക്രീഷൻ നമ്മുടെ ശരീരത്തിൻ്റെ മേലെ ഒരു ലേപനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാധാരണ നിലയിൽ വൈറസിനും ഫംഗസിനും ബാക്ടീരിയക്കൊന്നും എതിർക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ രോഗമൊന്നും ബാധിക്കുകയില്ല. മൂക്കിൻ്റെ ഉള്ളിൽ നോർമലായിട്ട് നമ്മളെ സംരക്ഷിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ ബലവത്തായി നിർത്തുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മെറ്റബോളൈറ്റ്സ് ആണ്, ആഹാരത്തിലെ ഘടകങ്ങളാണ്, അതിൻ്റെ തോതാണ്. ഈ തോതിനെ നോർമലൈസ് ചെയ്യുന്നത് ട്രയാഡ് എന്ന് പറയും. തലാമസ്, അഡ്രിനൽസ്, തൈറോയിഡ് ഇതൊക്കെയാണ്. ഈ മൂന്നും കൂടിയാണ് ശരീരത്തിൻ്റെ സമനില നിലനിർത്താൻ. ഈ മൂന്നിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? മനസ്സാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ റെസ്പോൺസ് ടു സ്റ്റിമുലസ്. ബാഹ്യമായിട്ടുള്ള ഒരു സ്റ്റിമുലസ് വരുമ്പോൾ അതിന് നേരെയുള്ള പ്രതികരണം, അതാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. ആ പ്രതികരണം പല വിധത്തിലും ആവാം. ഇപ്പോൾ സോക്രട്ടീസിൻ്റെ തലയിൽ വെള്ളം ഒഴിച്ച സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഭാര്യ തലയിൽ വെള്ളം ഒഴിച്ചു, കുറേ ചീത്ത പറഞ്ഞ് ഒരു പ്രതികരണവും കാണുന്നില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചു. സോക്രട്ടീസ് എങ്ങനെ പ്രതികരിച്ചു? മിണ്ടാതെ അവിടെ ഇരുന്നു. ആളുകളെല്ലാം കൂടി ഇതെന്താ അങ്ങനെയെന്ന് വെച്ചപ്പോൾ അയാൾ വളരെ ശാന്തനായി പറഞ്ഞു, എ റെയിൻ ആഫ്റ്റർ തണ്ടർ ഇസ് ബട്ട് എ നാച്ചുറൽ തിങ്. ഒരു ഇടി കഴിഞ്ഞാൽ മഴ പതിവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഗ്ലാൻസിനെ അബ്നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മെറ്റബോളൈറ്റ്സിൻ്റെ തോത് വ്യത്യാസപ്പെടുത്തിയില്ല. അതുകൊണ്ടുള്ളതായ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തിക്ക് യാതൊരു കുഴപ്പവും പറ്റിയതുമില്ല. അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് ഒരു നമ്പൂരിപ്പാടിൻ്റെ വീട്ടിൽ ഞാൻ ഊണ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ പപ്പടം ഒരു ഭാഗത്ത് കൊണ്ടുവച്ചു. അപ്പോൾ നമ്പൂരിപ്പാട് പറഞ്ഞു ഭാര്യയോട്, പപ്പടം ഇപ്പുറമാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുന്ന ഒരു തോന്നലുണ്ട്. എന്നാൽ അങ്ങനെ ആവാലോ പറയാൻ. അപ്പോൾ എന്താ വെച്ചാൽ ഗ്ലാൻസിനെ അലങ്കോലപ്പെടുത്താത്ത മനസ്സിൻ്റെ പ്രതികരണം അങ്ങനെയായി. നേരെ മറിച്ച് ഇവിടെ എടി വയ്ക്കാം, അവിടെ വെച്ചാൽ വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ളിൽ അഡ്രിനൽ ഗ്ലാൻഡ് കുറേ അധികം സെക്രീറ്റ് ചെയ്യും. തലച്ചോറിൽ കുറേ അധികം ടെൻഷൻ വ്യത്യാസപ്പെടും, മെറ്റബോളൈറ്റ്സിൻ്റെ തോത് വ്യത്യാസപ്പെടും, ഇമ്മ്യൂണിറ്റി ബ്രേക്ക് ഡൗൺ ആവും. ആ സമയത്ത് രോഗാണുക്കൾക്ക് മറ്റൊക്കെ ഉള്ളിൽ കയറാനും രോഗം വരാനുള്ള സാധ്യത, അതിനുള്ള സാഹചര്യം ശരീരത്തിൽ കൂടുതലാണ്. അപ്പോൾ എല്ലാം മാറ്റിക്കുറുക്കി ശാസ്ത്രം മുഴുവൻ പോയി അവസാനം മനസ്സിൻ്റെ കണ്ടീഷൻ എങ്ങനെയോ അതിനനുസരിച്ചാണ്
ബയോളജിക്കലായിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഇൻറ്റിഗ്രിറ്റി എന്നൊരു സംഗതിയിലാണ്. അപ്പോൾ ബയോളജിക്കൽ ഇൻറ്റിഗ്രിറ്റിക്ക് നിദാനമായിട്ടുള്ള അൾട്ടിമേറ്റായിട്ട് മനസ്സാണ്. ഈ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു അതിനനുസരിച്ചാണ് ഈ ബയോളജിക്കൽ സിസ്റ്റം നിലനിൽക്കുക. ഒരാളുടെ മാത്രമല്ല, അയാളുടെ പെരുമാറ്റം മറ്റുള്ള വ്യക്തികളെയും ബാധിക്കും. മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെ ബാധിക്കും, പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും ബാധിക്കും. അതോടുകൂടി അറ്റ്മോസ്ഫിയറിനെയും ബാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ എല്ലാറ്റിനെയും ബാധിക്കുന്ന, അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ബാധിക്കുന്ന ഒരു ഏകകം, ഒരു ഘടകം, ഒരു ഒരു എന്താന്ന് വെച്ചാൽ മനസ്സാണ്. മനയേവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷയെന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്ന് അവനവൻ്റെ മനസ്സാണ്. ആ മനസ്സിൻ്റെ പ്രതികരണം ഇതിൻ്റെ സർവ്വസമന്വയത്തെ അലങ്കോലപ്പെടുത്താത്ത മാതിരി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടതെന്ന്. അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് ധർമ്മം എന്നുള്ളൊരു വാക്ക്. ധർമ്മം എന്നുള്ളൊരു വാക്ക് ഈ മനസ്സിലങ്ങ് ഇൻകോർപ്പറേറ്റ്, അതിലങ്ങ് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അത് ഈ അഡ്രിനൽ, തലാമസ്, പിറ്റ്യൂട്ടറി ഈ ഗ്രന്ഥികളുമായിട്ട് സമനിലയിൽ വർത്തിക്കും. അത് ശരീരത്തിൻ്റെ മെറ്റബോളൈറ്റ്സിൻ്റെ തോത് വളരെ ഹാർമോണിയസ് ആക്കും. ഇമ്മ്യൂണിറ്റി നല്ല ഹൈ ലെവലായി നിൽക്കും. അപ്പോൾ മറ്റുള്ള ആളുകളുമായുള്ള ബന്ധവും സസ്യലതാദികളായിട്ടുള്ള ബന്ധവും അറ്റ്മോസ്ഫിയറായിട്ടുള്ള ബന്ധമൊക്കെ വളരെ ഹെൽത്തി ആയിരിക്കും. ആ സമയത്താണ് ഒരു ഹാർമണി ഉണ്ടാവുകയാണ്. ലോകം മുഴുവൻ ഒരു സർവ്വസമന്വയത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു ശാന്തി എന്ന് പറയുന്നത് സർവം. ലോകാസംസ്ഥാ സുഖിനോ ഭവന്തു നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരാളുടെ ജീവിതം, ഒരാളുടെ മനസ്സിൻ്റെ പ്രതികരണം, റെസ്പോൺസ് ടു സ്റ്റിമുലസ് മസ്റ്റ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ഹെൽപ്ഫുൾ ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പീസ് എവറിവെയർ എന്നാണ്. ഒരു ബയോളജിക്കൽ ബാലൻസ്, കോസ്മിക് ബാലൻസിന് കോൺട്രിബ്യൂട്ടറി ആയിരിക്കണം ഓരോരുത്തരുടെയും ഈ ധർമ്മബോധം എന്നാണ്. അപ്പോൾ ഈ ധർമ്മബോധം, ധർമ്മം എന്നുള്ള വാക്ക് മനസ്സിലാദ്യമേ ഇൻകോർപ്പറേറ്റ് അലിയിച്ച് ചേർത്ത് വേണം എന്ത് കാര്യത്തിലേക്കും ഇറങ്ങാൻ എന്നാണ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മഹാഭാരതം. ധർമ്മശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാനം വളരെയധികം കഥകളിലൂടെ മഹാഭാരതത്തിലും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒന്നാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാഹ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. എന്ത് സംഭവിക്കുന്നു ഇവിടെ എന്നാണ്. അല്ലയോ അർജുന എന്ത് സംഭവിച്ചു, അല്ലയോ സഞ്ജയ എന്ത് സംഭവിച്ചു എന്നല്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നു എന്നാണ്. വാട്ട് ഹാപ്പൻസ് ഹിയർ? ഏതിൽ? മാമകാഹ പാണ്ഡവാശ്ചൈവ, എൻ്റെ എന്നുള്ളതും ദൈവത്തിൻ്റെ, പണ്ട ആത്മവിഷയ ബുദ്ധി എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ എന്ന്, എൻ്റെ എന്ന തോന്നലും ദൈവത്തിൻ്റെ എന്ന തോന്നലും രണ്ടും തമ്മിൽ, അതായത് ദൈവം എന്ന് പറയുമ്പോഴേക്ക് ആ കോസ്മിക് കോൺഷ്യസ്നസ് ആണ്. അതിൽ നിന്ന് വിട്ട് കോൺട്രഡിക്റ്റായി ചിന്തിക്കുമ്പോഴാണ് ഞാൻ എന്നുള്ള ചിന്ത വരും. അപ്പോൾ ഞാൻ എന്നുള്ള ചിന്ത വന്നു, ദൈവം എന്നുള്ള ചിന്ത രണ്ടും രണ്ടായിപ്പോയി. അപ്പോൾ എൻ്റെ എന്നുള്ള തോന്നലും ദൈവത്തിൻ്റെ എന്നുള്ള തോന്നലും തമ്മിലൊരു ക്ലാഷ് വരികയാണ് നമ്മളുള്ളിൽ. ക്ലാഷ് വരുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് എനിക്കൊരു മോനുണ്ടായി, അങ്ങനെ പറയരുത്. എന്നെങ്ങനെയാണ് പറയേണ്ടത്? ഒരു മോനെ എന്നെ വളർത്താൻ ഏൽപ്പിച്ചു ആര്? ഭഗവാൻ. 2.5 വയസ്സായി മോൻ മരിച്ചു. എന്തേ ഉണ്ടായതെന്ന് വെച്ചാൽ ഒന്നുമില്ല, 2.5 കൊല്ലത്തേക്കാണ് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലായി. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ തിരിച്ചെടുത്തു. എന്തേ ഇപ്പോൾ പുതിയ കാറൊക്കെ വാങ്ങി? അല്ല, ഒരു കാറ് കുറച്ച് കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ധനികനാണില്ലേ? അല്ലല്ല, കുറേ അധികം പണം കൈകാര്യം ചെയ്യാൻ ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ചിന്ത ഇവിടെ ഉണ്ട്. മഹാത്മാക്കൾ ധർമ്മബോധം ഉണർന്നവരങ്ങനെ ചിന്തിക്കാന്ന്. മറ്റേതല്ല, എനിക്കൊരു കാറുണ്ട്, ഞാൻ അങ്ങനെയാണ്, എനിക്ക് കുറേ പണമുണ്ട്, ഞാൻ എൻ്റെ മകനെ വളർത്തി വലിയ ആളാക്കി എന്നൊക്കെ പറയാണ്. നേരെ മറിച്ച് മകനെങ്ങനെ വളർന്നു വലുതാവും എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭഗവാൻ അങ്ങനെയൊക്കെ ആക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാ ഭഗവത് ചിന്ത, ഞാനെന്ന ചിന്ത, അത് തമ്മിൽ ഉള്ളൊരു ക്ലാഷ് ഉണ്ട്. ദൈവത്തിൻ്റെ എന്ന് പറയേണ്ട സ്ഥലത്തൊക്കെ ഞാൻ എൻ്റെ എന്ന് പറയാണ്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഉള്ളൊരു സാധനം വെച്ചിട്ട് മൂന്നാമനോട് പറയും ഇതാ എൻ്റെതാട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചടി കിട്ടും ആ വീട്ടുകാരുടെ അടുത്ത്. ആ തിരിച്ചടിയാണ് നമുക്ക് എൻ്റെ എന്നുള്ള തോന്നലിന് ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും, ആ പ്രകൃതിയുടെ തിരിച്ചടിയെ തെറ്റായ വഴിക്ക് ചിന്തിക്കുകൊണ്ടുള്ള തിരിച്ചടി, അതുപോലെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എൻ്റെ എന്നുള്ള ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയും, ദൈവത്തിൻ്റെ എന്ന് പറയേണ്ട സ്ഥലത്ത് എൻ്റെ എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ, എന്തൊക്കെ അവിടെ വൈകല്യങ്ങൾ സംഭവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ,
അതാണ് ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് എന്നാണ്. ഏതാ സന്ദർഭം എന്ന് വെച്ചാൽ ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ, 2 ക്ഷേത്രയെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ക്ഷയെ ത്രായതേ ക്ഷേത്ര എന്നാണ്. ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത്. നമ്മളെ ശരീരം ശീര്യത എന്ന് പറഞ്ഞാൽ നശിച്ചുകൊണ്ടേയിരിക്കുന്നത്, ദഹ്യതയെ കത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതിൽ നിന്ന് എല്ലാം നശിക്കുന്ന സമയത്ത് നശിക്കാതിരിക്കുന്ന എന്താണ്? ഞാൻ ഈ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ നശിക്കുന്ന സമയത്തും ഇതിൽ നശിക്കാതിരിക്കുന്ന ഏതാണ്? ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സർവ്വം നശിക്കുന്ന സമയത്തും നശിക്കാതിരിക്കുന്ന ഏതാണ്? ക്ഷയേത്രായതേ. അതിനെ തിരിച്ചറിയാൻ ഞാൻ എന്ത് വേണമെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം. അപ്പോൾ അത് ഞാനാണെന്ന് തിരിച്ചറിയാൻ, അതായത് എല്ലാം നശിക്കുന്ന, ഈ നശിക്കുന്നത് ഞാനാണെന്നുള്ള ധാരണയാണ് എന്നെ അവസാന നിരാശയിലെത്തിക്കുക എന്ന് ശാസ്ത്രങ്ങളിൽ നിന്നും മഹാത്മാക്കളുടെ വചനങ്ങളിൽ നിന്നും കാണുന്നു. അതുകൊണ്ട് അങ്ങനെ അല്ലാതെ ആവാൻ, ഇതൊക്കെ നശിക്കുന്ന സമയത്ത് നശിക്കാത്തൊരു വസ്തു ഏതാണ്? അതാണ് ഞാൻ. ഈ ബോധം തെളിയാൻ ഞാൻ എന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണമെന്ന്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ക്ഷേത്രായതേ. അതിന് എന്ത് ചെയ്യണം? ധർമ്മം. എന്ത് ധർമ്മം ഞാൻ ആചരിക്കണം? കുരു എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയെന്നുള്ള അർത്ഥം നമ്മൾ ധരിച്ചോളൂ. എന്ത് ഞാൻ ചെയ്യണം, എങ്ങനെ ഞാൻ ചെയ്യണം, അതാണ്. എന്തിനു വേണ്ടി? എല്ലാം നശിക്കുമ്പോഴും നശിക്കാതിരിക്കുന്ന ഒന്ന് ആണ് ഞാൻ എന്നുള്ള ബോധം തെളിയാനാണ്. ആരോടാ പറയുന്നത്? സമവേത. ഇവിടെ എല്ലാവരും അതിനു വേണ്ടി വന്നവരാണ്. എല്ലാവരും ഒരേ ആവശ്യത്തിന് വന്നാണ്. ഞാൻ അതിനു വേണ്ടി വന്നതാണ്, എന്നെ സെർവ് ചെയ്യാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നു എന്ന് നമ്മൾ ധരിച്ചാൽ നമുക്ക് തെറ്റുപറ്റിപ്പോയെന്നർത്ഥം. ഞാൻ അതിന് വന്നതാണ്, ഒരു നായ എൻ്റെ വീട് കാക്കാൻ വേണ്ടി ജനിച്ചതാണെന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റുപറ്റിപ്പോയി. ആ കുതിര എന്നെ കൊണ്ട് ഓടാൻ വേണ്ടി ജനിച്ചതാണെന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റുപോയി. ഞാൻ എന്തിനു വേണ്ടിയാണോ ഇവിടെ ജനിച്ചത് അതേ കാര്യത്തിന് വേണ്ടിയാണ് ഒരു കുതിര ഇവിടെ ജനിച്ചിട്ടുള്ളത്, ഒരു പട്ടി ഇവിടെ ജനിച്ചിട്ടുള്ളത്, ഒരു ചെടി ഇവിടെ വളർന്നു വരുന്നതും ഞാനിവിടെ വളർന്നു വരുന്നത് എന്തിനു വേണ്ടിയാണോ അതേ സംഗതിക്കാണ് ഒരു ചെടി ഇവിടെ വളർന്നു വരുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ടൊരു പുല്ലിൻ്റെ ദളം പോലും നമ്മൾ പൊട്ടിച്ച് കളയരുത് എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യമാണെങ്കിൽ അതിനു വേണ്ടി സമ്മതം ചോദിച്ച് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ ശേഷമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ്. മൃതസഞ്ജീവനി കൊണ്ടുവന്നതിന് ശേഷം അത് മലയോടുകൂടി കൊണ്ടുവന്നു, അത് ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ല, ഈ സസ്യം ഞാൻ കാണിച്ചു തരാം മരുന്ന് എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് കണ്ടു. അത് പറിക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഉണ്ട് രാമായണത്തിൽ. ഇക്ഷാകുവംശത്തിൽ ഈ സൂര്യം ചക്രവർത്തിമാരിൽ ജനിച്ച് അവതാരെടുത്തതായ മഹാവിഷ്ണുവിൻ്റെ അനിയനായിട്ട് അനന്തൻ വന്നു. അദ്ദേഹത്തിന് മൊഹാലസ്യം വന്നു ഇന്ന കാരണം കൊണ്ട്. അതുകൊണ്ട് ഈ മരുന്ന് രാവിലെ നേരം വെളിച്ചാവുന്നതിന് മുമ്പ് ഏൽപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകും, ഏൽപ്പിച്ചാലേ അദ്ദേഹം ജീവിക്കുള്ളൂ എന്നുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു ധർമ്മമാണെന്ന് അടിയങ്ങൾക്ക് തോന്നിയത് കൊണ്ട്, അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി ഈ സസ്യം എടുക്കാൻ വേണ്ടി ഈ വനദേവതമാരോടും എല്ലാവരോടും പറഞ്ഞ് അവസാന ഈശ്വരനോടും പരാശക്തിയോടും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അതെടുക്കുന്നു എന്നാണ്. ആ ധർമ്മബോധം ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ധർമ്മബോധം എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മം നമ്മൾ ആചരിക്കാൻ പോകുന്ന സമയത്ത് അത് മറ്റൊന്നിനും എതിരല്ലാത്ത വിധത്തിലായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ധർമ്മക്ഷേത്രയെക്കുറിച്ച് അപ്പോൾ സമവേത്ത. ഇവിടെ എല്ലാവരും ഒരേ ആവശ്യത്തിന് വന്നതാണ്. ഈ ഒരു സ്കൂളിൽ നീ 2ാം ക്ലാസ്സുകാരനാണ്, ഞാൻ 10ാം ക്ലാസ്സുകാരനാണ്. ഈ 10ാം ക്ലാസ്സുകാരൻ ഇവിടെ എന്തിനാ വന്ന്? അതിന് വേണ്ടി തന്നെയാണ് 2ാം ക്ലാസ്സുകാരനും വന്നിട്ടുള്ളത്, 1ാം ക്ലാസ്സുകാരനും എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ക്ലാസ് കയറ്റം ഒരാൾ ഇന്നലെ ജനിച്ചു, ഒരാൾ മറ്റന്നാൾ ജനിച്ചു, ഒരാൾ 5 ദിവസം കഴിഞ്ഞ് ജനിച്ചു, ഇത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ വന്നതൊക്കെ ഒരേ ഇതിന് തന്നെ. ഇപ്പോൾ സിനിമാ ടിക്കറ്റിന് വേണ്ടി കുട്ടികൾ 100 പേര് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും. 1ാമത് നിൽക്കുന്ന ആളും 100ാമത് നിൽക്കുന്ന ആളും ഒരേ ടിക്കറ്റിനും ഒരേ സിനിമ കാണാനുള്ള ഉദ്ദേശത്തിനാണ് വന്നിട്ടുള്ളത്. അല്ലാതെ ഈ ബാക്കിലുള്ളവരൊക്കെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ മുമ്പിലുള്ളവരൊക്കെ എനിക്ക് പോകേണ്ട വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് നമ്മൾ വിചാരിക്കരുതാണ്. അതുകൊണ്ട് 1ാമത്തെ ധർമ്മബോധം എന്താണ്? സമദൃഷ്ടി എന്നാണ് പറയുന്നത്. സമദൃഷ്ടി, വെർട്ടിക്കൽ വിഷൻ എന്നാണ് പറയുക. വെർട്ടിക്കൽ വിഷൻ. നമുക്ക് 2 വിഷനാണുള്ളത്, വെർട്ടിക്കൽ വിഷൻ, ഹൊറിസോണ്ടൽ വിഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതിരിയല്ല നിങ്ങളുടെ ശരീരം, ഞാൻ കറുത്തിട്ടാണ്, നിങ്ങൾ വെളുത്തിട്ടാണ്, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, നിങ്ങൾ വളരെ വലിയൊരു രാജകീയനായിട്ടുള്ള മനുഷ്യനാണ്, എനിക്ക് തീരെ ഞാൻ ദുർബലനാണ്, നിങ്ങൾ വളരെ ശക്തിയുള്ള ആളാണ്, ഞാൻ വിരൂപിയാണ്, നിങ്ങൾ വളരെ സുന്ദരനാണ്. ഇതൊക്കെ വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങളാണ് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ എന്ന് പറയും. പക്ഷെ വെർട്ടിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുമ്പോൾ എങ്ങനെയാണോ അതേമാതിരിയാണ് നിങ്ങൾക്ക് വിശക്കുമ്പോഴും. മഹാരാജാവിന് വിശന്നാലും ഒരു തെണ്ടിക്ക് വിശന്നാലും അനുഭൂതി ഒന്നാണ്. വിശക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ മഹാരാജാവിനുള്ള അനുഭൂതിയും തെണ്ടിക്കുള്ള അനുഭൂതിയും ഒന്നാണ്. ഒരു നായ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ ഉറക്കം എന്ന് പറഞ്ഞ സുഷുപ്തി നായയ്ക്കും ഒരു മഹാരാജാവ് പട്ടുമെത്തയിൽ കിടക്കുന്ന സമയത്തും ഒരേ മാതിരിയാണ്.
പക്ഷേ നായ കിടക്കുന്ന വെണ്ണീറിലാണ്, മറ്റേ പട്ടുമെത്തയിലാണ്. നായയുടെ ശരീരം പോലെയല്ല മഹാരാജാവിൻ്റെ ശരീരം. ഇതൊക്കെ ഹൊറിസോണ്ടൽ. പക്ഷെ ഉറക്കം എന്ന് പറഞ്ഞാൽ രണ്ടിലും ഒരേ മാതിരി. അതാണ് വെർട്ടിക്കൽ ഡയമെൻഷൻ, വെർട്ടിക്കൽ എന്ന് പറയുന്നത്, വെർട്ടിക്കൽ വിഷൻ. അതുകൊണ്ട് ഈ വെർട്ടിക്കാലിറ്റി ആണ് എല്ലാറ്റിലും ഒന്ന്. ഉറങ്ങുന്ന സമയത്ത് ഒരേ മാതിരി. ഒരു വെട്ടിയാൽ ഒരു സെയിൻറ്റിനായാലും ഒരു രാജാവിനായാലും ഒരു തെണ്ടിക്കായാലും ഒരു പട്ടിക്കായാലും ഒക്കെ ഒരേ മാതിരിയാണ് വേദന. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യ സ്ത്രീക്ക്, ഒരു പക്ഷിക്ക്, ഒരു മൃഗത്തിനോ ആർക്കായാലും ഒരേ മാതിരി തന്നെയാണ് അനുഭൂതി എന്ന് പറയുന്നത്. അതുപോലെ ജീവിതത്തിലെ അനുഭവങ്ങൾ എല്ലാവർക്കും ഒരേ മാതിരിയാണ്. എല്ലാവർക്കും നാനാതരത്തിലുള്ള മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കൊക്കെ ശരീരത്തിൻ്റെ ആകാരവും മറ്റൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഒന്നായിട്ടിരിക്കുന്ന അനുഭൂതി ഏതോ അതിൽ കൂടി നോക്കിയിട്ടാണ് എല്ലാം സമരാണ് എന്ന് മഹാത്മാക്കൾ കണക്കാക്കുക. അതിനാണ് വെർട്ടിക്കൽ വിഷൻ എന്ന് പറയുക. വെർട്ടിക്കൽ വിഷൻ. ഈ വെർട്ടിക്കൽ വിഷനും അതിന് വ്യത്യാസങ്ങളാണ് ഹൊറിസോണ്ടൽ വിഷൻ. ഈ ഹൊറിസോണ്ടൽ വിഷനിൽ നോക്കുമ്പോഴാണ് ജാതി, മതം, വർഗം, നാഷണാലിറ്റി, ഇങ്ങനെ മൃഗങ്ങളാണ്, പക്ഷികളാണ്, മറ്റേത് സസ്യലതാദികളാണെന്നുള്ള ഭേദബുദ്ധി മുഴുവനും ഹൊറിസോണ്ടലായി നോക്കുമ്പോഴാണ്. പക്ഷെ വെർട്ടിക്കലായി നോക്കുമ്പോൾ ഒരേ മാതിരിയാണ്. അപ്പോൾ അതാണ് സമത്വബുദ്ധി എന്ന് പറയുന്നത്, സമദൃഷ്ടി എന്ന് പറയുന്നത്, സമദൃഷ്ടി. ഇനി നമുക്ക് നോക്കുക, നമ്മളെ മതത്തിലെല്ലാം ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് കാണാം. ഇപ്പം ശിവൻ വെർട്ടിക്കലാണ്, കാള ഹൊറിസോണ്ടലാണ്, പാർവതി വെർട്ടിക്കൽ വിഷനാണ്, അതിൻ്റെ സിംഹം ഹൊറിസോണ്ടലാണ്, ഗണപതി വെർട്ടിക്കലാണ്, എലി ഹൊറിസോണ്ടലാണ്, സുബ്രഹ്മണ്യൻ വെർട്ടിക്കലാണ്, മയില് ഹൊറിസോണ്ടലാണ്, സരസ്വതി വെർട്ടിക്കൽ, വീണ ഹൊറിസോണ്ടൽ. അങ്ങനെ നോക്കിയാൽ മതി. ക്രിസ്തുമതത്തിൽ ഇതാ അങ്ങനെ രണ്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ രണ്ടാണ്. കുരിശ്, ആ കുരിശിൻ്റെ രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി വെച്ചതാണ്. അതായത് വെർട്ടിക്കൽ വിഷന് ഹെൽപ്ഫുൾ ആയിരിക്കണം ഹൊറിസോണ്ടൽ പെർസെപ്ഷൻ എന്ന് കാണിക്കാനാണ് ശൂലം, തൃശൂലം എന്ന് പറയുന്നത്. അത് മുഴുവനാക്കി കഴിഞ്ഞാൽ വേലാണ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ വിഷൻ മസ്റ്റ് ബി ടോട്ടലി സറണ്ടേർഡ് ടു വെർട്ടിക്കൽ വിഷൻ എന്നാണ്. അത് എല്ലാവരും തുല്യരാണെന്നുള്ള ബോധത്തിൽ വൈവിധ്യങ്ങളൊക്കെ എഴുതി തരണം, മറക്കണം. ആ ഭേദബുദ്ധി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത് എന്ന ബോധം പരിപൂർണ്ണമാവുന്നതാണ് വേൽ എന്നൊക്കെ പറയുന്നത്. സ്വസ്തിക എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ ഒന്ന് മറ്റൊന്നിന് വിപരീതമല്ലാത്ത വിധത്തിലായിരിക്കണം എന്ന് പറയാം. ഹൊറിസോണ്ടൽ വിഷൻ ഷുഡ് നോട്ട് ബി കോൺട്രഡിക്ടറി ടു വെർട്ടിക്കൽ വിഷൻ. അതിനുവേണ്ടി അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് രണ്ടും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ രണ്ടും ഏകഭാവത്തോടു കൂടി അതിന് മുഴുവനായിട്ട് സമർപ്പിതാണ് ഈ ചക്രം. ധർമ്മചക്രം എന്നതിന് പേര് പറയാം, ധർമ്മചക്രം. അപ്പോൾ ഈ ധർമ്മബോധത്തിൽ ആദ്യമായിട്ട് ഇതാണ്. അതുകൊണ്ട് സമവേത എന്ന് പറയുമ്പോൾ ഈ ധർമ്മബോധത്തിൻ്റെ ഒന്നാമത്തെ ഇതാണ്. എല്ലാവരും ഇവിടെ ഒരേ ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുന്നവരാണ്, വന്നു ചേർന്നവർ. യുയുത്സവ എന്ന അടുത്ത വാക്ക്. യുയുത്സവ എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധോത്സുകരായിട്ട് പറഞ്ഞാൽ എന്തിനാണോ ഓരോരുത്തരും വന്നത് അതിനെ സംബന്ധിക്കുന്ന ഒരു അവസരം വരുമ്പോൾ പരപ്രേരണ കൂടാതെ ഉത്സാഹികളായിരിക്കും അവർ. എൻ്റെ കുട്ടിക്ക് എൻ്റെ ചാടിയാൽ ഞാൻ ചാടണോ കൂടെ എന്ന് ആരോടും ചോദിക്കാൻ നിൽക്കില്ല, ഉടനെ എടുത്ത് ചാടും. ഒരു ശ്വാസത്തിനെങ്കിലും ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ഡ്രൗൺ ചെയ്യാതിരിക്കണം എന്നുള്ള മോഹം. ആരാൻ്റെ കുട്ടിയെ ചാടുന്നു വെച്ചാലോ നമ്മൾ വിളിച്ച് കൂവുക ചെയ്യുക. ഒരു കുട്ടി ഇതാ കിണറ്റിൽ വീണിരിക്കുന്നു, വേഗം എടുത്തോളൂ എന്ന് പറയും. നമുക്കതിലൊന്നുമില്ല. അപ്പം അവനവൻ്റെതായിട്ടുള്ള ധർമ്മം വരുന്ന സമയത്ത്, അവനവൻ്റെ വാസനയുടെ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ വേറൊരാളോട് കൺസൾട്ട് ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ ഉടനെ ഉത്സാഹികളാണ് അതിൽ എന്നർത്ഥം. ഇപ്പോൾ ഒരു മീൻപിടുത്തക്കാരൻ അതിൻ്റെ വാസനയുള്ള ആളാണെങ്കിൽ രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ, പെരും മഴ പെയ്താൽ ഉടനെ അയാൾ തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് വലയും കൊണ്ട് മീൻ പിടിക്കാൻ പോകും. അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ അവരവർക്ക് ഉത്സാഹമുള്ള. ഇപ്പോൾ ക്രിക്കറ്റ് കളിയാണ്, ക്രിക്കറ്റ് കളി അതിൽ കണക്കിലധികം ഭ്രാന്തായി കഴിഞ്ഞാൽ നാളത്തെ ഓപ്പറേഷൻ നീട്ടി വയ്ക്കാം. നമുക്ക് ക്രിക്കറ്റ് രാത്രി മുഴുവൻ ക്രിക്കറ്റ് കളിയുണ്ട്, അതുകൊണ്ട് ഇനി പിറ്റേസ് എങ്ങനെ ഓപ്പറേഷന് പോവുക, അതിന് അടുത്ത ആഴ്ചയ്ക്ക് മാറ്റാം എന്ന് പറയുന്ന മാരക രോഗ വരെ ആയി തുടങ്ങിയിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ യഥാർത്ഥത്തിലുള്ള വാസന ഉണ്ടെങ്കിൽ അതിൻ്റെ സന്ദർഭം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവൈക്കൻഡ് ആയിരിക്കുന്ന വേറൊരാൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്. അപ്പോൾ അതാത് സംഗതികൾ വരുന്ന സമയത്ത് ഉദാഹരണമായിട്ട് കലകളിലും സാഹിത്യങ്ങളിലും വളരെയധികം ഒരു ചിത്രകാരനാണെന്ന് വയ്ക്കുക. ചിത്രകാരന് ചിത്രത്തിൽ വളരെയധികം താല്പര്യമുണ്ട്, ജന്മവാസന ഉണ്ട്. അതുപോലെ സംഗീതത്തിൽ ജന്മവാസന ഉണ്ട്. അതിൻ്റെ ഒരു അവസരം എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ ആരും പറയേണ്ട ആവശ്യമില്ല, അവർ ഓടിയിട്ട് അവിടെ എത്തും. കഥകളിയിലൊക്കെ താല്പര്യമുള്ളവരുണ്ട്, രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് അവിടേക്ക്. അതിൽ താല്പര്യമില്ലാത്തവരോ അത് വിചാരിക്കാൻ കൂടി കഴിയില്ല എന്നാണ്. അപ്പോൾ യുത്സവ എന്ന് പറഞ്ഞാൽ അവരവരുടെ വാസനയ്ക്കനുസരിച്ച് രംഗം വരുമ്പോൾ പരപ്രേരണ ഇല്ലാതെ നമ്മൾ അതിൽ പ്രവർത്തിക്കും. വേറൊരാളും ഉത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന്. നന്നായി പഠിക്കുന്ന ചില കുട്ടികൾ വളരെയധികം താഴ്ന്ന വീടുകളിലാണെങ്കിലും അവർ വല്ല
സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെങ്കിലും പോയിരുന്ന് രാത്രി ഉറക്കൊഴിച്ച് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നത് കാണാം. അതാണ് യുൽസവ എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ആ വാസന ഇല്ലാത്ത ആളായിരിക്കും. കോഴിക്കോട് നിന്ന് ഒരാൾ പറഞ്ഞു, അയാളെ കുട്ടി തീരെ പഠിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും പിന്നെ സ്കൂളിൽ പോകാൻ കൂടി മടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആകെ വിഷമിച്ചിരിക്കുക. അയാളെ ആദ്യം കൗൺസിലിംഗ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അയാളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ M.Tech ഒക്കെ കഴിഞ്ഞിട്ടുള്ള എഞ്ചിനീയറാണ്, എനിക്ക് അറിയുന്നതാണ്, നല്ലതെന്ന് ചോദിച്ചതാണ്. M.Tech പഠിച്ച എഞ്ചിനീയറായി, നിങ്ങൾ ജോലിയാണ്, നല്ല ശമ്പളമുണ്ട്. ഇനി നിങ്ങൾ മരിച്ചിട്ട് അടുത്ത ജന്മം നിങ്ങളൊരു വലിയ VIP-ൻ്റെ മകനായി ജനിക്കുകയാണ്. ആ അച്ഛൻ പറയാം മോനോട്, മോനെ നീ ഒരു വലിയ എഞ്ചിനീയറായി കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയുക? നിങ്ങൾക്കൊരു എഞ്ചിനീയറാണ് ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചു. അതിന് വേറെ ആളെ നോക്കണം എന്ന് പറയും. കാരണം ഇപ്പം തന്നെ ഇത് മടുത്തു. ഇപ്പം എന്നോട് പറയാം അടുത്ത ജന്മം ചെന്നിട്ട് മോനൊരു ഡോക്ടറായി കാണുന്നു, അതിന് വേറെ ആളെ നോക്കണം എന്ന് പറയും. നമുക്ക് മടുത്തു എന്നർത്ഥം. അപ്പം അങ്ങനത്തെ ഒരു വലിയ നിങ്ങളെക്കാളും വലിയൊരു മഹാപണ്ഡിതൻ മരിച്ചതിന് ശേഷം ജനിച്ചല്ല എന്നുള്ളത് എന്താ നിങ്ങൾക്ക് തെളിവ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആദ്യം ആശ്വസിപ്പിക്കേണ്ടി വന്നു. കാരണം ഓരോന്നിൻ്റെ ഉള്ളിൽ എന്താണ് വാസന വെച്ചാൽ അത് മുളച്ച് വളരും. അതിനുള്ള വളം കൊടുക്കുക മാത്രമേ പിതാക്കന്മാർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, മാതാപിതാക്കന്മാർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ തല്ലി മറ്റേ വരെ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ മക്കളെന്ന് പറഞ്ഞാൽ പൊന്നും കട്ടയാണ്. എൻ്റെ പൊന്നും കട്ട എന്നാണ് പറയുക മക്കളെ. എന്നിട്ട് കുറച്ച് തട്ടാമാരെ വിളിക്കുകയാണ്. തട്ടാമാരെന്ന് പറഞ്ഞാൽ ട്യൂഷൻ മാസ്റ്റർമാരെന്നർത്ഥം. എന്നിട്ട് ഇവർ കാണിച്ചു കൊടുക്കുക, ഇതുപോലെ ആക്കി തരണം ഈ പൊന്നും കട്ട എന്ന് പറഞ്ഞാൽ നല്ലൊരു ആഭരണം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരടിച്ച് പരത്തി അതുപോലെ ആക്കി കൊടുക്കും. അതുപോലെ ട്യൂഷൻ മാഷുമാരെ വരുത്തിയിട്ട് പറയുന്നത് എൻ്റെ പൊന്നും കട്ടയാണ്, ഇതിന് അത് അവിടെ കണ്ടില്ല ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, അതുപോലെ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ആക്കി മാറ്റിത്തരണം എന്ന് പറയാം. അപ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത്? 7 ലക്ഷമൊക്കെയാണ് സീറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തുക നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നതുമാണ്. കിട്ടിയാൽ അവരടിച്ച് പരത്തി അങ്ങനെ ആക്കി കൊടുത്തു. അങ്ങനെ അവിടെ ചെന്നാൽ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന പട്ടിയുടെ മാതിരി അത് തിന്നൂല്ല, ബാക്കിയുള്ളവരെ തിന്നാൻ സമ്മതിക്കില്ല. നമ്മൾ കാണുന്നതാണ്. അവിടെ ഇരുന്നിട്ട് ഒരു രോഗികൾ വരുമ്പോഴേക്കും എന്തോ ജന്മാന്തര ശത്രു വരുന്ന മാതിരിയെ ചാടിക്കളിച്ച്, സാറേ ഈ മരുന്ന് ഞാൻ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇതേ ഗുളിക കഴിച്ച് എന്നിട്ട് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ കഴിച്ചിരിക്കണം, മനസ്സിലായോ? പഴയ കാര്യമൊന്നും പറഞ്ഞിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, വേറെ എവിടെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചാടിക്കളിക്കുമ്പോൾ ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? രോഗി എന്താ സമയത്ത് ഒരാളിങ്ങനെ വരുന്നുണ്ടാവും. നിങ്ങളെന്താണ് രോഗിയാണോ? അല്ലല്ല, ഞാനൊരു രോഗിയെ കാണാൻ വരുന്ന. ശരി, എന്താ ചോദിക്കാൻ കാരണം? അല്ല ഒന്നുമില്ല, രോഗിയായിട്ടാണ്, ഞാൻ അന്ന് ഡ്യൂട്ടിയിലുള്ളതാണേ, ഇപ്പോൾ അതുകൊണ്ട് ആണെങ്കിൽ നോക്കാലോ എന്ന്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ യുൽസവ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വാസന ഏതോ, എന്തിനു വേണ്ടി അവനവൻ ജനിച്ചോ അതിന് സംബന്ധിക്കുന്ന സന്ദർഭം വരുമ്പോൾ പരപ്രേരണ ഇല്ലാതെ നമുക്ക് പിന്നെ അത് ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാവുന്നതാണ്. അപ്പം ഏതിലാണോ ഉത്സാഹം അത് നോക്കിയിട്ട് വേണം, വാസന നോക്കിയിട്ട് വേണം അതാത് രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. 2 ലക്ഷം കൊടുത്തിട്ട് MBBS സെലക്ഷൻ വാങ്ങിക്കൊടുത്തു. അനാറ്റമി ബുക്ക് കണ്ട സമയത്ത് തലയിട്ടിലായിട്ട് ഒരു പയ്യനെ നമ്മുടെ ഒരു ആശ്രമത്തിൽ ഒരു അന്തര്യാവുള്ള സമയത്ത് കൊണ്ടുവന്നിരുന്നു. അതിനൊന്ന് കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവന് വാഴക്കൃഷിയാണ് ഏറ്റവും ഇഷ്ടം. ചെറുപ്പം മുതലേ ഒരു 2 ഏക്കർ സ്ഥലം വേണം, വാഴക്കൃഷി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെയുണ്ട് കുട്ടികൾ ആദ്യം തന്നെ നോക്കുക. ചില കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ എവിടെയാണ് അവൻ എന്ന് വെച്ചാൽ അവൻ ആ ചളിമണ്ണിലുണ്ടാവും കളിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നോക്കിയാലും മണ്ണിക്കളിയാണ്. മണ്ണിനോട് അഫിനിറ്റി ഉള്ള ചില ആൾക്കാരുണ്ട്. വേറെ ചില കുട്ടികൾ അങ്ങനെയല്ല, എവിടെയാ വെള്ളം വെച്ചാൽ അവിടെ ചെന്നിട്ട് വലിയ കയത്തിലൊക്കെ എടുത്ത് ചാടും. വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അവന് സ്വന്തം സ്ഥലം പോലെ, ജന്മസ്ഥലം പോലെ ഒരു തോന്നലാണ്. വെള്ളത്തോട് വലിയ അഫിനിറ്റി ഉള്ള ആൾക്കാരുണ്ട്. ചില കുട്ടികൾ അങ്ങനെയല്ല, സ്കൂളിൽ പോയിണ്ടാവും, സ്കൂളിലെത്തിയിട്ടുണ്ടാവില്ല. മാഷ് ചോദിക്കാൻ നിങ്ങളെ മോൻ എന്താ സ്കൂൾ വരത്തി എന്നും ഞാൻ പറഞ്ഞേക്കണ്ടല്ലോ, പിന്നെ എന്താ കാരണം മനസ്സിലാവണില്ല. അച്ഛൻ ഒരു ദിവസം പിന്നാലെ ഒരു പയ്യനെ വിട്ടു, ഇവൻ എവിടെ പോകണം നോക്കാൻ. പെരുങ്കൊല്ലൻ്റെ ആലയിൽ കയറി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പെരുങ്കൊല്ലനോട് എന്ന് ചോദിച്ചാൽ എന്താ? അവനെന്നും വന്ന് ഇവിടെ ഇരിക്കുന്നതാണ്, എന്ത് പറഞ്ഞാലും അവൻ പോകില്ല. അവന് ഈ തീയിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എന്നെ ബെല്ലോസൊക്കെ അടിക്കാൻ അവനൊക്കെ പിന്നെ സഹായിച്ചു തരികയൊക്കെ ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അഗ്നിയോട് അവന് കണക്കിലധികം ഒരു അഫിനിറ്റിയാണ് അഗ്നി. ചില കുട്ടികൾ ഊഞ്ഞാലാട്, ചെറുപ്പം മുതലേ ഊഞ്ഞാലാടുന്നു, വളരെയധികം ഉയരത്തിലൊക്കെ ഊഞ്ഞാലാടും. കാരണം എന്താ? വായുവിനോടാണ് അവർക്ക് അഫിനിറ്റി. ചില കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മമ്മി ലുക്കിയാർന്ന് പറയും. എവിടെ നോക്കുമ്പോൾ അശരീരി മാത്രം, മേലോട്ട് നോക്കാൻ പറഞ്ഞു ആ മാവിൻ്റെ അങ്ങേ കൊമ്പത്തുണ്ടാവും. ചെറിയ പ്രായം 4-5 വയസ്സായിട്ടുള്ളൂ, അതിൻ്റെ മേലെ അമ്മയ്ക്ക് തലയിട്ട് ആ മേലെ നിൽക്കുന്നതാണ്. കാരണം സ്പേസിനോടാണ് അഫിനിറ്റി ചിലവർക്ക്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനോട് അഫിനിറ്റിയുള്ള കുട്ടികളുണ്ടാവും. അവരതാത് കണ്ടറിഞ്ഞ് ഈ കുട്ടിക്ക് മണ്ണ് എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്.
അപ്പം അവനൊരു 2 ഏക്കർ സ്ഥലം വാങ്ങിക്കൊടുത്ത് ഒരു കൈക്കോട്ടും തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ സന്തോഷം പറയാനില്ല. പച്ചക്കറി മറ്റൊക്കെ അവനുണ്ടാക്കി അവിടുന്ന് തന്നെ തിന്നോളും, കിണർ കുഴിച്ച് അവിടുത്തെ വെള്ളം കുടിച്ചോളും, വീട്ടുകാർക്ക് നല്ല സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്കത് മാനക്കേടല്ലേ? അവരൊക്കെ ഡോക്ടറായി എഞ്ചിനീയറായിരിക്കുമ്പോൾ നമ്മളെ കുട്ടി കൃഷിക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് തോലും കൊണ്ടാണ് പുറത്തിറങ്ങുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. അത് ധർമ്മബോധം എന്ന് പറഞ്ഞാൽ എന്തിനെ സംബന്ധിക്കുന്ന എങ്ങനെയായിരിക്കണം ധർമ്മത്തിൻ്റെ വ്യാഖ്യാനം എന്നതിൽ നമ്മൾ വികലമായിട്ട് ഈ കമ്പാരിറ്റീവ് മൈൻഡായി പോയി നമ്മൾ സ്ഥാനം മാറിപ്പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ യുൽസഭ എന്ന് പറഞ്ഞാൽ ഏതിലാണോ ഒരാൾക്ക് ഉത്സാഹം നോക്കിയിട്ട് ആ പന്ഥാവ് വെട്ടിത്തെളിച്ചു കൊടുക്കാൻ, ആ പോക്കിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അധർമ്മത്തിലേക്കാണ് നമ്മളും ആ ആളുകളെ കടത്തിവിടുക. കാരണം അവർക്ക് വാസനയില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നാൽ ആ ധർമ്മം നിർവഹിക്കാൻ അവർക്ക് നിവൃത്തിയില്ലാതെ വരും, അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവൻ ആ സ്ഥലത്തു നിന്ന് അധർമ്മം മാത്രമായിരിക്കും ചെയ്യാന്നുള്ളത്. അപ്പോൾ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാഹ പാണ്ഡവാശ്ചൈവ കിം അക്കുർവത സഞ്ജയ. ധർമ്മബോധം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നുള്ളത് മാറി ഈശ്വരൻ എന്നുള്ള ബോധം ഉണർന്നു വരികയും ചെയ്യും. നല്ല ഡോക്ടർമാരൊക്കെ അങ്ങനെയാണ്. ഓപ്പറേഷൻ്റെ മുമ്പ് ഞാൻ അനസ്തീസിയയിൽ വർക്ക് ചെയ്തിരുന്നു. അന്ന് കാണാം ഡോക്ടർമാർ ആദ്യമായിട്ട് കണ്ണ് അടച്ചിട്ടൊന്ന് ആ പരമേശ്വരിൽ മനസ്സൊന്ന് അർപ്പിച്ച് അതിൻ്റെ ശേഷം, കാരണം ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ എന്താ ഇതിൻ്റെ രഹസ്യം എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ചൊവ്വയെ പോയി എന്ന് വയ്ക്കുക, ചുറ്റുപാട് നോക്കിയിട്ടുണ്ടെങ്കിൽ വിറയ്ക്കുക ചെയ്യുക. അതുകൊണ്ട് ഈ ധർമ്മബോധം എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് ഗീതയിൽ 1-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞതിന് ശേഷം പിന്നെ പറയാണ് സ്വധർമ്മ നിധനം ശ്രേയത്ത് പരധർമ്മോ ഭയാവഹ എന്നാണ്. ഈ സ്വധർമ്മം നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം ഏതാണ്, നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള വാസന ഏതാണ്, ആ വാസനയെ സംബന്ധിക്കുന്ന കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പരിപൂർണ സംതൃപ്തി, ആനന്ദം, ആ നിങ്ങൾ ആശ്രയിക്കുന്ന ആളുകൾക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സേവനം ലഭിക്കുകയും ചെയ്യും. അതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്. അതിൽ കൂടിയാണ് അവനവനും ഉന്നത അവസ്ഥയിലേക്ക് കയറിപ്പോവാൻ കൂടുതൽ സാധ്യത കിട്ടുള്ളൂ എന്ന്. പരധർമ്മോ ഭയാവഹം, നേരെ മറിച്ച് ആരാനെ അനുകരിച്ച് അതുപോലെ ആവണം ഞാൻ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ താല്പര്യത്തെ ബലി കഴിച്ച് ഞാൻ അതുപോലെ പോവുകയാണെങ്കിൽ ഇതും ഇല്ലാതെ പോകുന്നതാണ്, അധർമ്മത്തിന് കാരണമാവുന്നതാണ്. ഭയാവഹം എന്നാണ്, ഫ്രൈറ്റനിങ് റിസൾട്ട്സ് വിൽ ഫോളോ എന്നാണ്. ഫ്രൈറ്റനിങ് റിസൾട്ട്സ്. കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും നീതിന്യായത്തിൻ്റെ ഗുരുക്കിൽപ്പെട്ട് അവസാനം ദുഃഖിക്കേണ്ടി വരുന്നർത്ഥം കാണാറുണ്ട്, അങ്ങനെ പലർന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് ഈശാവാസ്യോപനിഷത്തിലെ 1-ാമത്തെ മന്ത്രത്തെ ഒന്ന് ആശ്രയിക്കേണ്ടി വരും. ഈശാവാസ്യോപനിഷത്ത് 1180 ശാഖകൾ വേദങ്ങളിൽ എന്ന് പറയുന്നു. ഓരോ ശാഖയിലും ഓരോ ഉപനിഷത്തുണ്ട്. കാരണം ഓരോ ശാഖയും ഓരോ പ്രപഞ്ച തത്വത്തെ അനാവരണം ചെയ്യാണ്. ആ അനാവരണം ചെയ്ത് ഏത് രീതിയിലാണോ ആ വേദത്തിൻ്റെ കർത്താവ് എന്തുദ്ദേശത്തിലാണോ എഴുതിയത് ആ ഉദ്ദേശം അതേമാതിരി നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോധം ഏത് ഭാഗത്ത് നിന്നിട്ടാണോ അതിനെ വ്യാഖ്യാനിച്ചത് അതേ ഭാഗത്ത് നമ്മുടെ ബോധത്തെ നിർത്തിയിട്ട് വേണം നമ്മൾ നോക്കാൻ. അപ്പോഴേ കാണുള്ളൂ എന്നർത്ഥം. ഞാനിവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു കാഴ്ച കാണാൻ, ഹേയ് അവിടെ എന്തോ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ കാണുന്നില്ലല്ലോ, ഒന്ന് ഇവിടെ ഒന്ന് നോക്കൂ. എന്നിട്ട് ഇയാൾ മാറിക്കൊടുത്ത് അയാൾ ഇവിടെ ഒരു പ്രാവല്ലേ അപ്പം കണ്ടു. അവിടെ നോക്കി എങ്ങനെ, അവിടെ നോക്കിയാൽ അവിടുന്ന് കാണില്ല കേട്ടോ, ഇവിടുന്ന് നോക്കിയാലേ കാണുള്ളൂ. ഇതുപോലെ ഓരോ ശാഖയിലും എന്ത് പ്രപഞ്ചതത്വമാണോ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് ആ വ്യാഖ്യാനിച്ച ആളുടെ ബോധം ഏത് കേന്ദ്രബിന്ദുവിൽ ഇരുന്നിട്ടാണോ അതിനെ ആ രീതിയിൽ നോക്കിക്കണ്ടത്, നമ്മുടെ ബോധത്തെ ആ കേന്ദ്രബിന്ദുവിൽ വരുത്തി നോക്കിയാലേ അദ്ദേഹം ഉദ്ദേശിച്ച മാതിരി ആ തത്വം നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുള്ളൂ. അപ്പം അതിനു വേണ്ടി ഒരു ടെക്നിക്ക് ഓരോ ശാഖയിലും വെച്ചിട്ടുണ്ടെന്നാണ്. ഓരോ ശാഖയിലും ഓരോ ഉപനിഷത്ത് നിബന്ധിച്ചിരിക്കുകയാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ പൊസിഷനിങ് വരും. അതായത് നമ്മുടെ ബോധത്തെ ഒരു പ്രത്യേക കേന്ദ്ര ബിന്ദുവിലേക്ക് നയിക്കാനുള്ള ഒരു ചിന്താ പദ്ധതി എന്നർത്ഥം. അപ്പോൾ ആ ഉപനിഷത്ത് മനനം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോധം ഒരു പ്രത്യേക കേന്ദ്ര ബിന്ദുവിലെത്തും. എന്നിട്ട് ആ ഈ ശാഖ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ എത്രയോ ശാഖയിൽ ആദ്യ ഭാഗത്താണ് ഉപനിഷത്ത് വെച്ചിട്ടുള്ളത്, ചിലതിലൊക്കെ മധ്യഭാഗത്ത്, ഭൂരിപക്ഷത്തിലും അവസാന ഭാഗത്താണ്. അപ്പം അതുകൊണ്ട് അതെന്തേ അങ്ങനെയെന്ന് വെച്ചാൽ ഈ കുട്ടിച്ചാത്തൻ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ കണ്ണട തരും. അപ്പോൾ ചില സീൻസ് വരുമ്പോൾ ആ കണ്ണട എടുത്ത് വെക്കുക എന്ന് പറയും. അപ്പം നമ്മൾ കണ്ണട വെച്ചാലേ അതിൽ പറയുന്നത് കാണുള്ളൂ. ആ കണ്ണെടുത്ത് മാറ്റിയാൽ ആളുകൾ കൂക്കി ആർക്കൊന്നും കാണാൻ നമുക്കൊന്നും കാണില്ല, ആ നിഴല് മാത്രം. ആ നിഴല് ശരിക്കും കുട്ടിച്ചാത്തനായി കാണണമെങ്കിൽ അപ്പോൾ കണ്ണട വെക്കണം.
എന്നിട്ട് പിന്നെ പറയും കണ്ണട എടുത്ത് മാറ്റുക, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഏകദേശം പകുതി ആകുമ്പോൾ കാണാം കണ്ണട ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണട ഉപയോഗിച്ചാലേ ആ ഭാഗം കാണുള്ളൂ. അതുപോലെയാണ് ഈ കണ്ണട പോലെയാണ് ഈ ഉപനിഷത്ത്. ഓരോ ഉപനിഷത്ത് ആ ഉപനിഷത്ത് വെച്ച് നോക്കിയാൽ അവിടുന്ന് അങ്ങോട്ടും അതുവരെ പറഞ്ഞതും പിന്നെ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ചിലതൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി കണ്ണട വെച്ചൊന്ന് നോക്കൂ എന്ന് പറയുമ്പോഴാണ് ഇപ്പം എല്ലാം വ്യക്തമായിരുന്നു. ചിലപ്പോൾ ആദ്യമേ കണ്ണട വെച്ചിട്ട് വേണം ഇത് നോക്കാൻ എന്ന് പറയും. അങ്ങനെ പല സ്ഥലത്തും ആക്കി വെച്ചിട്ടുണ്ട് ഉപനിഷത്ത്. 1180 ഉപനിഷത്തിലെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ എന്താ പറഞ്ഞത്? എല്ലാ ഉപനിഷത്തിലും ഒന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ആ ബോധത്തെ കേന്ദ്രബിന്ദുവിൽ എത്തിക്കാൻ കോമൺ ഡിനോമിനേഷൻ പോയിന്റ് എന്നർത്ഥം. ഏതൊരു പോയിന്റിൽ ബോധത്തെ എത്തിയാലാണോ എവറിഥിങ് ഈസ് അറ്റ് എൻ ഈക്വൽ ഡിസ്റ്റൻസ്, അത് ആ ബോധത്തിൽ നിന്ന് തുല്യ ദൂരത്താണ് എല്ലാം എന്ന് ബോധ്യപ്പെടുന്ന പറയണം. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുവരും. 1180 ഉപനിഷത്തിൽ ഒന്ന് തന്നെ പറയണം. അപ്പോൾ ഒരു ഉപനിഷത്ത് മതി. അതാണ് നാരായണ ഗുരുദേവൻ ഒറ്റ ഉപനിഷത്തെ തർജ്ജമ ചെയ്തുള്ളൂ. അതിന് കാരണം എന്താ? ഒരു ചെമ്പ് ചോറ് വെന്തോ നോക്കാൻ ഒരു വറ്റ് ഞെക്കി നോക്കിയാൽ പോരെ. സ്ഥാലീപുലാഹന്യായം അത് പ്രകാരമാണ്. അപ്പോൾ ഉപനിഷത്ത് ഒന്ന് മാത്രം നാരായണ ഗുരു തർജ്ജമ ചെയ്തു. അത് ഈശാവാസ്യ ഉപനിഷത്താണ്. ഈശാവാസ്യ ഉപനിഷത്തിൽ 18 മന്ത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള അതിൻ്റെ 3 മന്ത്രങ്ങൾ. ആദ്യത്തെ 3 മന്ത്രം. ആദ്യത്തെ 1-ാമത്തെ മന്ത്രത്തിൽ ജ്ഞാനം പറയുന്നു, 2-ാമത്തെ മന്ത്രത്തിൽ കർമ്മം പറയുന്നു, 3-ാമത്തെ മന്ത്രത്തിൽ രണ്ടും കെട്ടവരുടെ ഗതി എന്താണെന്ന് പറയാണ്. രണ്ടും കെട്ടവരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനമാർഗവും ഫോളോ ചെയ്യില്ല, കർമ്മമാർഗവും ഫോളോ ചെയ്യില്ല, എനിക്ക് തോന്നിയ മാതിരിയാണ് ഞാൻ എന്ന് പറയുന്നവരെയാണ് രണ്ടും കെട്ടവരെന്ന് പറയാം. അപ്പം അവരുടെ ഗതി എന്താണെന്നും പറയാം. ഈ 3 മന്ത്രങ്ങളും മനനം ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റായി. പിന്നെ അതിൻ്റെ വ്യാഖ്യാനാണ് ബാക്കി ഈ 15 മന്ത്രങ്ങളെന്നർത്ഥം. അപ്പോൾ 1-ാമത്തെ മന്ത്രത്തിലെ ഈശാവാസ്യമിതം സർവം യദ് കിഞ്ച ജഗത്യാം ജഗത്തേന ത്യക്തേന പുഞ്ചീഥ മാകൃത കസ്യ സിദ്ധനം എന്ന് പറയുന്ന 4 വരിയിൽ 1-ാമത്തെ വരിയാണ് ജ്ഞാനശാസ്ത്രം. ഈശാവാസ്യമിതം സർവം. പിന്നെ സാത്വികരായുള്ള സുഹൃതികൾക്ക് ഈ ഒരൊറ്റ വരി അങ്ങനെയല്ലേ, ശരി ഭഗവാനെ പഠിച്ചു, എല്ലാം പഠിച്ചു. അതോടുകൂടി സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള വേദപ്രഖ്യാപനം മുഴുവനും അതിൻ്റെ സ്വരൂപമായി മാറി അവരെന്നത്. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഇളകുന്നതായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അനന്തശൂന്യ വിസ്തൃതിയിൽ എനർജിയുടെ ചലനാത്മകതയോടുകൂടി മാത്രമാണ് വസ്തുവിൻ്റെ ഭ്രാന്തി ഉണ്ടായത് എന്നാണ്. അതായത് ആദ്യമായിട്ട് ഊർജ കണിക ചലിക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് ഇന്ദ്രിയത്തിന് വേദിതമായി തീരുക. അതായത് പെർസെപ്റ്റീവ് ആവുക എന്നർത്ഥം. അപ്പം അത് മുതലുള്ളതിനാണ് ജഡം നമ്മൾ പറയുന്നത്. തന് എന്ന് പറയും. തൻ എന്ന് പറയും ജഡം, തന്മാത്ര. അതായത് അപ് ടു വിച്ച് വി ക്യാൻ പെർസീവ് വിത്ത് അവർ ഇന്ദ്രിയാസ്, അത് തൻ എന്ന് പറയാം. ആ തന്നിൽ നിന്ന് ഉള്ളിൽ അതിപ്പോൾ നമുക്ക് മറ്റന്നാളത്തെ വിഷയമാണ്, അതുകൊണ്ട് ഇന്ന് അധികം അവർ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 1-ാമത്തെ മന്ത്രത്തിൽ ഈശാവാസ്യമിതം സർവം, ഈശാവാസ്യമിതം സർവം, ഈ സർവത്തിലും ഈശ്വരൻ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതിലാണ് ഈശ്വരൻ വസിക്കുന്നത്? ഈ സർവത്തിലും. അപ്പം അതെന്താണ്? ഈശ്വരൻ അല്ലാത്ത മറ്റൊരു വസ്തുവാണോ എന്ന ചോദ്യമൊക്കെ വരും. അപ്പം അതുകൊണ്ട് അതിനുള്ള ഉത്തരം നമുക്ക് മറ്റന്നാളത്തെ ടോപ്പിക്കിൽ വരുന്നുണ്ട്. ആദ്യം അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടാണ് നമ്മൾ പറയാൻ തുടങ്ങുക. അതുകൊണ്ട് ഈശാവാസ്യമിതം സർവം, ഇതിലെല്ലാം ഈശ്വരൻ വസിക്കുന്നു. ഏതിൽ? ചലിക്കുന്നതായിട്ടുള്ള ഈ എല്ലാ സംഗതിയും, ചലിക്കുന്നതായിട്ടുള്ള വരികയും പോയും കൊണ്ടിരിക്കുന്ന ഈ എല്ലാറ്റിലും. ജഗത്ത് വരിക പോവുക, ഉണ്ടായും തോന്നുക ഇല്ലാതെവ, ഉണ്ടായും തോന്നുക ഇല്ലാതെവ, അതാണ് ജഗത്ത്. അപ്പോൾ ചലിക്കുന്നതായ ചലനാത്മകതയെ കൊണ്ട് ഉണ്ടെന്നും ഇല്ലെന്നും തോന്നിപ്പിക്കുന്നതായിട്ടുള്ള ഈ എല്ലാറ്റിലും ഈശ്വരൻ വസിക്കുന്നു എന്നാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലാതാവുന്ന സമയത്തും ഇല്ലാതാവാത്ത ഒന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് എന്നർത്ഥം. ഇത് ഉണ്ടാപ്പോഴും ഇല്ലാത്തപ്പോഴും അതവിടെ ഉണ്ടെന്നർത്ഥം. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചീഥ, തേന ത്യക്തേന ഭുഞ്ചീഥ. സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഏതിനെ? ഇതിനെ സംരക്ഷിക്കണം. ഏത് ഭാവനെ? ഇത് ആ ഈശ്വരൻ തന്നെയാണ് ഇതൊക്കെയായി തീർന്നിട്ടുള്ളത് എന്ന ബോധത്തെ സംരക്ഷിക്കണം എന്നാണ്. അല്ലാതെ ഈശ്വരൻ വേറെ ഇത് വേറെ എന്നുള്ളതല്ല. അങ്ങനെയുള്ള തോന്നലിനെ ഇല്ലായ്മ ചെയ്ത് അതിനെ ഉപേക്ഷിക്കാം. എന്നിട്ട് അത് തന്നെയാണ് ഇത് എന്ന തോന്നലിനെ സംരക്ഷിക്കണം എന്നാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുടമുണ്ട്. കുടം കാര്യം, അതിലെ മണ്ണ് കാരണം. കാര്യത്തിൽ നിന്ന് കാരണമായ മണ്ണ് എടുത്ത് മാറ്റിയാൽ കുടമില്ല. അതുകൊണ്ട് കുടം എന്ന് പറഞ്ഞാൽ, കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണമായിട്ടുള്ള മണ്ണ് തന്നെ. അതുപോലെ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്നാണ് സർവ്വം ഉണ്ടായിട്ടുള്ളത്. ഇത് കാര്യം, പ്രപഞ്ച കാര്യം, ബ്രഹ്മം കാരണം.
ഈ പ്രപഞ്ചത്തിൽ നിന്ന് ബ്രഹ്മത്തെ എടുത്തു മാറ്റി അവിടെ പ്രപഞ്ചമില്ല. അതുകൊണ്ട് ബ്രഹ്മം തന്നെ പ്രപഞ്ചാകാരമായിട്ട് വർത്തിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് അതുതന്നെയാണ് ഈ രൂപത്തിലൊക്കെ എന്ന ബോധത്തെ സംരക്ഷിക്കണം എന്നാണ്. പിന്നെ അവസാനം ഒരു ഉപദേശം തരികയാണ്. എന്താണ്? മാഗൃധ കസ്യസിദ്ധനം, ആരാൻ്റെ മുതൽ മോഹിക്കരുത്. അപ്പോൾ ബിർളയും ഡാറ്റയും പറയും, അപ്പം ഞങ്ങൾക്ക് ഈശാവാസ്യ മനുഷ്യത്ത് വായിക്കേണ്ട ആവശ്യമില്ലല്ലേ. മാഗൃധ കസ്യസിദ്ധനം, ആരാൻ്റെ മുതൽ മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ധനമുണ്ട്. ധനം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയാണ്. ഒരാൾക്ക് ഒരു പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളൊരു വാസന അയാളുടെ ഉള്ളിലുണ്ടാവും. ഒരാൾ മഹാകലാകാരനായിരിക്കാം, ഒരാൾ ചിന്തകനായിരിക്കാം, ശാസ്ത്രജ്ഞനായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. ഓടാനുള്ള കഴിവ്, ചാടാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, അങ്ങനെ പല കഴിവുകളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഒരു കഴിവുണ്ട്, വേറൊരാൾക്ക് വേറൊരു കഴിവുണ്ട്. ഒരാൾക്ക് എഴുതാനുള്ള കഴിവായിരിക്കും, ഒരാൾക്ക് പറയാനുള്ള കഴിവ്, ഒരാൾക്ക് പാടാനുള്ള കഴിവായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. മണ്ണിൽ പണിയെടുക്കാനുള്ള കഴിവായിരിക്കും. കിണർ കുഴിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, പറക്കാനുള്ള കഴിവ്. അങ്ങനെ പല കഴിവുകളും ഉണ്ടാവും ഓരോരുത്തർക്ക്. അപ്പോൾ ഒരാളെ കഴിവ് കണ്ട് മോഹിച്ചിട്ട് എന്നാൽ ഞാനും അങ്ങനെ ആവാം എന്നൊരിക്കലും വിചാരിക്കരുതെന്നാണ്. എൻ്റെ ഉള്ളിൽ എന്താണ് നിക്ഷിപ്തമായിട്ടുള്ളത് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെക്കൊണ്ട് പ്രപഞ്ചോപാസന ചെയ്യുന്നതാണ് എൻ്റെ ധർമ്മം. എന്നെ നിലനിർത്തുന്നത് അതാണ് പ്രപഞ്ചത്തെ നിലനിർത്താൻ സഹായിക്കുക എന്ന തിരിച്ചറിവുണ്ടാവണമെന്നാണ്. അതുകൊണ്ട് മാഗൃധ കസ്യ സിദ്ധനം എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് നോട്ട് എനിബഡി എന്ന്, ആരെയും അനുകരിക്കരുത് ആരെയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മുളക് ആരും എടുക്കുന്നില്ല, കൽക്കണ്ടം കുട്ടികളൊക്കെ വന്നെടുക്കുന്നു. മുളക് ചോദിക്കുക, എന്താ ഞങ്ങളാരും ഉപയോഗിക്കാത്തത്? നീ എരിവാണ്, അതുകൊണ്ടാണ്, ഞങ്ങൾക്ക് നല്ല മധുരമാണ്. മുളക് മുഴുവനും തപസ് ചെയ്ത് ബ്രഹ്മാവിനെ ക്ഷണിച്ചു വരുത്തി. ബ്രഹ്മാവ് എന്താ വേണ്ടത്, വരം വേണ്ടത് വെച്ചാൽ ഞങ്ങൾക്ക് മധുരിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ കുഞ്ഞുമോളെ കല്യാണത്തിന് സാമ്പാർ ഉണ്ടാക്കിയാൽ എന്തായിരിക്കും? സാമ്പാർ കഴിക്കുന്നവരൊക്കെ ചിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്താണ് സാമ്പാറിന് മധുരം എന്ന്? മുളകൊക്കെ മധുരിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന മുഴുവനും അവതാളത്തിലാവുന്നർത്ഥം. ഓരോന്നും അതാതിൻ്റെ സ്വഭാവം കൊണ്ട് സേവനം ചെയ്തില്ലെങ്കിൽ എന്നർത്ഥം. മറ്റൊരാളെ മാതിരി ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഡെഫിനറ്റായിട്ട് ഒരു ഇംബാലൻസ് നമ്മളിലും ഈ പ്രപഞ്ചത്തിലും വരുത്തി വയ്ക്കുകയാണെന്നർത്ഥമാണ്. അതുകൊണ്ടാണ് മാഗൃധ കസ്യദനം. ഒരേ ദൈവം തന്നെ അല്ലേ ഇതായതും ഞാനായതും? അവനിൽ ആ വാസനയോടുകൂടിയായതും ഒരു ദൈവമാണ്. അതേ ഈശ്വരൻ തന്നെയല്ലേ മറ്റൊരു വാസനയോടുകൂടി ഞാനായതും? പിന്നെ ഞാൻ എന്തിനാ അതാവേണ്ട ആവശ്യം? അതാവേണ്ടതാണെങ്കിൽ ദൈവം തന്നെ രണ്ടെണ്ണം ഒരേ മാതിരി ആവുമായിരുന്നില്ലേ എന്ന് നമ്മൾ വിവേചനം ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഒരേ ദൈവം തന്നെ പല തരത്തിലും. ഇപ്പോൾ 4 അല്ലെങ്കിൽ 10 കഥാപാത്രങ്ങളായിട്ട് ഒരേ ഡിഗ്രിക്കാർ വേഷമെടുത്ത് കുറേ കഴിഞ്ഞതിന് ശേഷം എന്നെ കൊണ്ടാവില്ല, ഇത് ഞാൻ മറ്റേ മാതിരി പറയാം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഓരോരുത്തർക്കുള്ള റോള് അവനവൻ അതേമാതിരി തന്നെ ചെയ്യണം. അത് സ്വധർമ്മം എന്ന് പറയും. സ്വധർമ്മ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്നാണ്. അപ്പം മാഗൃധ കസ്യസിധനം, ഒരാളും വേറൊരാളെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കരുത് എന്നാണ്. എൻ്റെ മകന് എന്താണ് വാസന നോക്കിയാൽ കച്ചവടം ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്, എന്നാൽ പിന്നെ ഒരു ഷോറൂം തുറന്നു കൊടുത്തോളും, അതാ പറയാം. അല്ല, അവനെ എനിക്ക് എൻജിനീയർ ആക്കണം എന്ന മോഹം, അവിടെ ധർമ്മലംഘനം വരുത്തുകയാണ്. അവൻ്റെ ജീവിതം ദുസ്സഹമാക്കി മാറ്റുകയാണ്. ധർമ്മലംഘനാണ്. അവൻ എവിടെ പോയാലും ആ ജോലി ചെയ്യുന്നതിലൊക്കെ അധർമ്മം പതിയിരിക്കുന്നുള്ളതിൽ സംശയമില്ല എന്നാണ്. അങ്ങനെ ഈ ധർമാധർമ്മങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സംശയങ്ങൾ വരുന്ന സമയത്തൊക്കെയാണ് ഈ ഇതിഹാസങ്ങൾ സഹായത്തിനെത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഒരു കുട്ടി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒളിയമ്പ് ചെയ്ത് ബാലിയെ കൊന്നതിൽ എന്ത് ധർമ്മമുള്ളത്? ശ്രീരാമൻ ധർമ്മമൂർത്തിയാണല്ലോ, പക്ഷെ ഒളിയമ്പ് ചെയ്ത് ബാലിയെ കൊന്നില്ലേ എന്ന് പറയും. ഇപ്പോൾ രാമായണത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവും പറയുന്നുണ്ട്. താര വന്ന് ചോദിക്കുകയാണ്, അല്ലയോ രാമ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? കാരണം ബാലി എന്ന് പറഞ്ഞാൽ സുഗ്രീവനേക്കാളും എത്രയോ അധികം കഴിവുള്ള ആളാണ്. പിന്നെ വിഷ്ണു ഭക്തനാണ്. പിന്നെ താര എന്ന് പറഞ്ഞാൽ സീതയുടെ ബന്ധുവാണ്. അപ്പം എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഒരു വിധത്തിലും എതിർക്കേണ്ട ആവശ്യമില്ല. എന്നെ ഭഗവാൻ കൊല്ലില്ല, ഉറപ്പാണ്. വിഷ്ണു ആണെങ്കിൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഗ്രീവനായിട്ട് യുദ്ധത്തിന് പോയത്. താര കഴിയുന്ന മാതിരിയൊക്കെ പറഞ്ഞു നോക്കി. പറഞ്ഞപ്പോൾ വിഷ്ണുവാണ് എതിർത്ത് നിൽക്കുന്നത്, അവിടെ സഹായിയായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എനിക്ക് പേടിക്കാനല്ലോ, വിഷ്ണു എന്നെ ഒന്നും ചെയ്യില്ലല്ലോ, ഞാൻ വിഷ്ണുവിൻ്റെ ഭക്തനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയത്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം താര ഓടിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് താരോട് പറയാണ് ശ്രീരാമൻ, താരയെ, കൃതായുഗത്തിലാണ് ബാലി ജനിച്ചത്, ഇപ്പം ത്രേതായുഗായി.
ത്രേതായുഗത്തിൽ മരിക്കേണ്ട സമയമായി, ആയുസ് ഒടുങ്ങി. എൻ്റെ കൈകൊണ്ടാണ് മരിക്കേണ്ടത്. നേരിട്ട് കൊല്ലാൻ ചെന്നാൽ ആളുടെ ശക്തിയും കൂടി അങ്ങോട്ട് കിട്ടുകയുള്ളൂ. അതിന് വരം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മരിക്കേണ്ട സമയമായി, എൻ്റെ കൈകൊണ്ട് മരിക്കുകയും വേണം. അതുകൊണ്ട് ഇത് മാത്രമേ നിവൃത്തിയുള്ളൂ. ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല, ബാലി ഉത്തരവാദിയല്ല, നീ ഉത്തരവാദിയല്ല. നിയതിയുടെ കൽപ്പന അതാത് സമയം വരുമ്പോൾ അതാത് രീതിയിൽ എങ്ങനെയാണ് നിയമിച്ചു വെച്ചിരിക്കുന്നത് ആ നിയമപ്രകാരം അങ്ങ് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനം വിവരിച്ചു കൊടുത്ത സമയത്ത് താരയ്ക്ക് സമാധാനമായി എന്നാണ് പറയുന്നത്. അതുപോലെ തുടയ്ക്ക് അടിച്ച് പൊട്ടിച്ചത് ന്യായമാണോ ധർമ്മമാണോ എന്നൊക്കെ അതിൽ വേറെ ചോദ്യമാണ്. അതും ഇങ്ങനെ തന്നെ. പാഞ്ചാലി അവിടെ ഇരുത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഭീമൻ ഒരു ഒരു പ്രതിജ്ഞ ചെയ്തതാണ്, ആ തുട ഞാൻ തല്ലിപ്പൊടിക്കുന്നു. കാരണം അധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു സൂചനയായിരുന്നു അവിടെ പറഞ്ഞ. ആ അധർമ്മത്തിനെതിരെ ആ മനസാക്ഷി ഉണർന്ന് വെല്ലുവിളി നടത്തിയതാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നിയതിയാണ്. നിയതി അതൊക്കെ വേണ്ടതുപോലെ നടത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഗാന്ധാരി പറഞ്ഞു, നീ ഒന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്യാതെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ കുളിച്ച് ഡ്രസ്സ് ചെയ്യാതെ പോണ സമയത്ത് കൃഷ്ണൻ ഓടി വഴിക്ക് തടഞ്ഞ് പറഞ്ഞു, ഇതെന്താ ദുര്യോധന ഇങ്ങനെയൊക്കെ പോകണമെന്ന് പറഞ്ഞു. അമ്മ കുളിച്ചിട്ട് ഒരുങ്ങാതെ ചെല്ലാൻ പറഞ്ഞു. ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നീ മഹാരാജാവല്ലേ, രാജാവിൻ്റെ വേഷം കിരീടം മറ്റും മറിച്ചൊന്നും വേണ്ട, കുളിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചെല്ലാൻ പറഞ്ഞു. ഒരു ചെറിയ തോർത്തുമുണ്ടെങ്കിലും ഉടുക്കണ്ടേ അമ്മയുടെ അടുത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ അയാൾക്ക് അത് ശരിയാന്ന് തോന്നി ഒരു തോർത്തുമുണ്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഈ മറവെടുത്ത് കണ്ണിലെ കെട്ടഴിച്ച ഒരൊറ്റ നോട്ടം ആകെ നോക്കിയപ്പോൾ പറഞ്ഞു, അയ്യോ മോനെ ചതിച്ചല്ലോ, നിന്റെ അരക്കുന്ന താഴോട്ട് ഇതുവരെയുള്ള ഭാഗത്ത് നിനക്ക് സംരക്ഷണം ഇല്ലാതെ പോയല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഡ്രസ്സൊന്നും ഇല്ലാതെ വരണം എന്ന് പറഞ്ഞു. അയ്യോ അമ്മേ അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറ്റിച്ചു. അപ്പം നിയതി ഇങ്ങനെയാണ്. ഓരോന്നും ധർമ്മം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ വേണോ അതൊക്കെ ആ നിയതി നടത്തിക്കൊണ്ടുപോകുന്നതാണ്. ധർമ്മമൂർത്തിയാണല്ലോ, ധർമ്മം നിലനിർത്താൻ വേണ്ടിയല്ലേ. അപ്പോൾ അത് നിവൃത്തിയില്ലാത്തതാണ്, അങ്ങനെയാണെന്ന് അർത്ഥം. പിന്നെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച എന്താ, അതിൻ്റെ ന്യായം എന്താന്ന് അതും അതിൻ്റെ പിന്നിൽ ആ രാമായണത്തെ തന്നെ ആ കഥയിൽ പറയുന്നു. കർണനെ നിരായുധനായ സമയത്ത് എന്തേ കൊല്ലാൻ കാരണം എന്ന് വെച്ചു. ആ സമയത്തും അതിൽ തന്നെ പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നിരായുധനായിട്ടുള്ള ആളെ ധർമ്മയുദ്ധമാണ്, നിരായുധനായിട്ടുള്ള ഒരാളെ കൊല്ലാൻ പാടില്ല അർജുന, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ കൃഷ്ണൻ ചോദിക്കും, നീ എന്നേ ഇപ്പോൾ ധർമ്മബോധമൊക്കെ ഉള്ള ഒരാളായി തീർന്നത്, നിന്റെ ധർമ്മബോധമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ആവനാഴി കട്ട സമയത്ത് അഭിമന്യുവിൻ്റെ ആവനാഴി നീ പിന്നാലെ പോയി കട്ടെടുത്തിട്ടല്ലേ അവനെ കുടുക്കിയത്. ആ സമയത്ത് നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു? അരക്കില്ലത്തിൽ ചൂടാൻ പോയ സമയത്ത് നിനക്കറിയായിരുന്നല്ലോ ധർമ്മബോധം എവിടെ പോയിരുന്നു. പാഞ്ചാലിയെ സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യാൻ പോയ സമയത്ത് നിന്റെ ധർമ്മബോധമൊന്നും കണ്ടില്ലോ. എന്നിട്ട് പറഞ്ഞാണ് ധർമ്മോ രക്ഷതി രക്ഷിത. ആരാണോ ധർമ്മത്തെ രക്ഷിക്കുന്നത് അവരെ മാത്രമേ ധർമ്മവും രക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ഇപ്പോൾ ധർമ്മബോധം പ്രസംഗിക്കാൻ ഇപ്പോൾ മാത്രം നിനക്കൊരു ബോധോദയം ഉണ്ടായതെന്ന് പറഞ്ഞിട്ടാണ് അമ്പയിച്ചത്. അപ്പോൾ അതിനൊക്കെ കാര്യകാരണങ്ങൾ പറയുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ രാമായണം വായിച്ചിട്ടുണ്ട്, ഭാരതം വായിച്ചിട്ടുണ്ട്, ആ കുട്ടിയിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അവൾ സംശയം തോന്നുമ്പോൾ ഒന്നും കൂടി റിവേഴ്സ് ഗിയറിൽ വന്നിട്ട് ഒന്നും കൂടെ വായിച്ചാൽ മതിയായിരുന്നു. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളായുള്ള മറുപടിയൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാവാത്ത പോലെ കാര്യം ഉണ്ടെങ്കിലാണ് ആചാര്യന്മാരുടെ അടുത്തോ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ചെന്ന് ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം എന്നർത്ഥം. അപ്പോൾ ഇതിലൊക്കെ നിയതിയുടേതായിട്ടുള്ള ഒരു കൽപ്പന ഓവറോൾ, അതായത് കോസ്മിക് കോൺഷ്യസ്നസ് എല്ലാറ്റിനെയും നിലനിർത്തുന്നതായിട്ടുള്ള ഒന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ആ ധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ്, ഒരു പ്രതിഭാസമുണ്ട് ഈ പ്രപഞ്ചത്തെ ആകെ കൂടി കൊണ്ടാണ്. അതിനെ ലംഘിക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ അതാണ് അവിടെ എങ്ങനെ. അപ്പോൾ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തേന തെക്തേന വഞ്ചീതാമാകൃത കസ്യ. അപ്പോൾ ഈ ധർമ്മലംഘനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം ഇതാണ്. ഒന്നാമത്തെ എന്താണ്? സമദൃഷ്ടി വേണമെന്നുള്ളതാണ്. വെർട്ടിക്കൽ വിഷൻ ആയിരിക്കണം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. എങ്കിലേ കോസ്മിക് ബാലൻസിലേക്ക് നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ധർമ്മം, ഇൻഡിവിജ്വലായുള്ള കോൺഷ്യസ്നസ് ലെവലിൽ, സോഷ്യൽ കോൺഷ്യസ് ലെവലിലുള്ള ധർമ്മബോധം കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ അലങ്കോലം ഉണ്ടാക്കുന്ന അലങ്കോലം ആരെയാ നശിപ്പിക്കുക? നമ്മളെ തന്നെ ബൂമറാങ് ചെയ്തിട്ട് നശിപ്പിക്കുക ചെയ്യുക. അല്ലാതെ കോസ്മിക് കോൺഷ്യസിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അതിൽ നമ്മൾ തന്നെ ഒരു വിടവുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റീബൗണ്ട്, എവിടെയെങ്കിലും ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് അടിച്ചിട്ട് ആ ഡിപ്രഷൻ എവിടെയുള്ള വെച്ചാൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിക്കുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ധർമ്മലംഘനം വരുത്തിയാൽ ദർ വിൽ ബി എ ഡിപ്രഷൻ. നമ്മളെ വ്യക്തിത്വത്തിലാണ് ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ. ആ സമയത്ത് ആഞ്ഞടിച്ച് നമുക്ക് തന്നെയാണ് അതിൻ്റെ കുഴപ്പമുണ്ടാകും. അപ്പോൾ ഈ ധർമ്മം അറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറണം എന്നർത്ഥമാണ്.
അതുകൊണ്ട് സമദൃഷ്ടിയാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തെ ഇമിറ്റേഷൻ പാടില്ല എന്ന്. ഇമിറ്റേഷൻ പാടില്ല. പിന്നെ അവനവൻ്റെ ഉള്ളിലെ വാസന ഏതാണെന്ന് വെച്ചാൽ അതിനെ പരിപോഷിപ്പിച്ച് അതുകൊണ്ട് പ്രപഞ്ചോപാസന ചെയ്യുന്നതിലാണ് ശ്രേയസ്കരമായിട്ടുള്ള അവനവന് പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള റിസൾട്ടായിരിക്കും വരിക എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. അപ്പം ഈ ധർമ്മബോധം അവസാനം പറയാണ്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ച എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായുള്ള ധർമ്മം, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസിൻ്റെ ധർമ്മം സോഷ്യൽ കോൺഷ്യസ്നസ്സിലേക്ക് സമ്മേളിക്കണം, അതിലേക്ക് സമർപ്പിതാവണം എന്നർത്ഥം. എന്നിട്ട് സോഷ്യൽ കോൺഷ്യസ്നസ് കോസ്മിക് കോൺഷ്യസ്നസ്സിലേക്ക് സമർപ്പിതാവണം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസിൻ്റെ ധർമ്മബോധം സോഷ്യൽ കോൺഷ്യസ്നസിൻ്റെ ധർമ്മബോധമായിട്ട് കോൺട്രഡിക്ടറി ആവരുത് എന്നർത്ഥം. കോൺട്രഡിക്ടറി ആവരുത്, അതുമായിട്ട് യോജിച്ചായിരിക്കണം. അതായത് സമൂഹ നിയമങ്ങളെ അനുസരിച്ച് വേണം വ്യക്തിയുടെ ആശാഭിലാഷങ്ങളൊക്കെ എന്നർത്ഥം. അതിനെതിരാവരുത് എന്നർത്ഥം. പിന്നെ ഈ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ആചാരമര്യാദകളോ ചിന്ത വിശ്വാസ പ്രമാണങ്ങളൊക്കെ തന്നെ കോസ്മിക് കോൺഷ്യസ്നസിന് എതിരാവരുത് എന്നുണ്ട്. ഇനി നമുക്ക് നോക്കുക, മതഗ്രന്ഥങ്ങൾ നോക്കുക. ഗീതയിൽ നോക്കിയാൽ ഒരു വ്യക്തിക്കും സമൂഹത്തിനും ഈശ്വരനും മൂന്നാൾക്കും പരസ്പര വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ശ്ലോകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ കഴിയില്ല. വ്യക്തിയുടെ താല്പര്യം, സമൂഹത്തിൻ്റെ താല്പര്യം, ഈശ്വരൻ്റെ താല്പര്യം, അങ്ങനെ വിചാരിക്കും. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്, സോഷ്യൽ കോൺഷ്യസ് ആൻഡ് കോസ്മിക് കോൺഷ്യസ്, ഈ മൂന്ന് കോൺഷ്യസ്നസ് കൂടി തമ്മിൽ യോജിക്കണം. യോജിക്കാതെ വരുന്ന സമയത്താണ് അധർമ്മം എന്നുള്ളൊരു സിവിയർ ഡിപ്രഷൻ വന്നിട്ട് മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളായിട്ട് സമൂഹത്തിലും വ്യക്തിയിലും അലങ്കോലങ്ങൾ വരുത്തുക എന്നാണ്. അപ്പോൾ അത് ഗീതയിൽ കാണാനില്ല, രാമായണത്തിൽ കാണാനില്ല, ഭാഗവത്തിൽ കാണാനില്ല, ഭാരതത്തിൽ കാണുന്നില്ല എന്നാണ് വിശേഷപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. പക്ഷെ മറ്റ് ചില മതഗ്രന്ഥങ്ങൾ കാണാനുണ്ട്. ഒരൊറ്റ വാചകം മതി. ആ വാചകം വായിക്കുമ്പോഴേക്കും ആ വാചകത്തിൻ്റെ ഫോളോവേഴ്സ് സമൂഹത്തിലെ ഒരു വിഭാഗക്കാരുടെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. ഒരൊറ്റ വാചകം മതി. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഫിനോമിന വെച്ചാൽ അബ്രിയാക്ഷൻ എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. അബ്രിയാക്ഷൻ, ഈ പെൻഡത്താൽ സോഡിയം എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അത് IV ആയിട്ട് 350 മുതൽ 500 മില്ലിഗ്രാം ഉള്ളിൽ കടത്തി വിട്ടാൽ ആൾ ബോധം കെടും ഓപ്പറേഷന് വേണ്ടി. നേരെ മറിച്ച് ചെറിയ ഡോസ് ഒരു 100 മില്ലിഗ്രാമൊക്കെ ആയിട്ട് കടത്തി വിട്ടാൽ ഒരു ചെറിയൊരു ട്വൈലൈറ്റ് സ്ലീപ്പായിരിക്കും. ഉറക്കമില്ല, ഉണർവുമില്ല. നമ്മൾ വല്ലതും ചോദിച്ചാൽ മറുപടി പറയും. ആ സമയത്ത് സത്യം മാത്രമേ പറയുള്ളൂ. അപ്പം ഞാൻ ഒരാളോട് പറയാം, ഞാൻ ഈ ഒരു രഹസ്യം പറയാം, ഇത് ആരോടും പറയാട്, ഈശ്വരനാണ് സത്യം, ഞാൻ ആരോടും പറയില്ല എന്നാൾ സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം അയാളുടെ ഉള്ളിലേക്ക് 100 മില്ലിഗ്രാം ഈ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അയാളോട് പറയാണ്, എന്തേ രാമൻ പറഞ്ഞു? രാമൻ ഇങ്ങനെ പറഞ്ഞു. അതെന്തേ അങ്ങനെ പറഞ്ഞു? അത് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ആരോടും പറയരുതെന്നും പറഞ്ഞു. അത് ഈശ്വരനാ സത്യം, ഞാൻ ആരോടും പറയില്ല എന്നും പറഞ്ഞു. എല്ലാം അങ്ങ് പറയും. പറഞ്ഞിട്ട് ആ പറഞ്ഞ മുഴുവനും കൂടി പറയും. അപ്പോൾ ഈ ഏതാനും തുള്ളി മരുന്ന് ബ്രെയിനിലുണ്ട് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോയി സത്യം മാത്രമേ തുറന്ന് പറയുള്ളൂ, വെറും സത്യമേ പറയുള്ളൂ. അതാണ് അബ്രിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് അകാരണമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യാൻ തോന്നുന്നില്ല, വീട്ടുകാരോട് വഴക്കും വെക്കാണ്, അങ്ങനെ എന്തും അറിയില്ല, കുറച്ച് ദിവസം നല്ല മനുഷ്യനായി പെട്ടെന്നായി ചേഞ്ച്, ഭ്രാന്തോട്ടല്ലേ. അപ്പം അങ്ങനത്തെവരെ എന്താ കാരണം നോക്കാൻ വേണ്ടി അബ്രിയാക്ഷൻ നടത്തും. കോഴിക്കോട് ഒരു സംഭവം അങ്ങനെ ഉണ്ടായി. ഒരാൾ പെട്ടെന്ന് കോളേജ് പോകണില്ല, സെക്കൻഡ് DC ആണ്, കോളേജ് പോകണില്ല, ഒരു വസ്തുവില്ല, ഷേവ് ചെയ്യുന്നില്ല, കുളിക്കുന്നില്ല, ആഹാരം കഴിക്കില്ല, അങ്ങനെ കിടക്കാൻ ഭ്രാന്തമൊന്നുമില്ലേ. ഏതായാലും സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. സൈക്യാട്രിസ്റ്റ് അബ്രിയാക്ഷൻ നടത്തണം എന്ന് പറഞ്ഞു. കടത്തിയിട്ട് കുറച്ച് പെൻഡത്താൽ സോഡിയം ഇഞ്ചെക്ട് ചെയ്ത് തോന്നി, നിങ്ങൾ എന്ന് മുതൽ ആ കോളേജിൽ പോകാതെയത് മിനിയാന്ന് മുതൽ, അല്ല ഈ കഴിഞ്ഞ ആഴ്ച മുതൽ. എന്തേ കോളേജിൽ പോകാതിരിക്കാൻ കാരണം? ഇനി എനിക്ക് ജീവിക്കേണ്ട. എന്താ ജീവിക്കേണ്ടെന്ന് തോന്നാൻ കാരണം ചീത്തപ്പേരോടുകൂടി ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. എന്നെക്കൊണ്ട് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവരുത്. ആർക്കാണ് നിങ്ങളെ കൊണ്ട് ഉപദ്രവം? എൻ്റെ കസിൻ സിസ്റ്ററിന്. എന്താ കസിൻ? അത് പറഞ്ഞതെന്താ വെച്ചാൽ കസിൻ സിസ്റ്റർക്ക് സ്വന്തം പെങ്ങളാണ്, പെങ്ങളെ മാതിരി തന്നെ, പെങ്ങളമാതിരി തന്നെ, വളരെ നല്ല. ആ ചേട്ടാ എനിക്കൊന്ന് സിനിമയ്ക്ക് വരണം, കൂടെ വരണം. ആ ബൈക്കിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും ചാരി വാങ്ങാൻ പോകണം, ചായ കുടിക്കാൻ പോകണം, എല്ലാറ്റിനും. അല്ലെങ്കിൽ അമ്മാൻ്റെ വീട്ടിൽ പോകണം, എന്നെ കൊണ്ടാക്കി തരും. ഇങ്ങനെയൊക്കെ ആങ്ങളെയായിട്ട് ബനിയെ കൊണ്ടുവരണം. അങ്ങനെ കുറേ കഴിഞ്ഞ് അവൾക്കൊരു കല്യാണാലോചന വന്നു. അമേരിക്കയിലാണ് ജോലി ചെയ്യുന്ന വരൻ. അയാൾ വന്നിട്ട് കല്യാണത്തിന് ഒപ്പനാണ് വേർത്ത് കുളിച്ച് ഓടിച്ചാടി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കല്യാണമൊക്കെ നിശ്ചയിച്ചു. നിശ്ചയം കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, അയാൾ പറയാണ്, ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല, കല്യാണം കഴിഞ്ഞാൽ ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് നിൽക്കാൻ പോവാണ്. അച്ഛനൊക്കെ പ്രായമായല്ലോ, കുറച്ച് പൈസ സമ്പാദിച്ചാലും അത് മതിയെന്ന് പറഞ്ഞു.
ഇത് കേട്ട അന്ന് മുതൽ ഇവന് കുളിക്കും വേണ്ട, ആഹാരം കഴിക്കും വേണ്ട, ഒന്നും വേണ്ട. അപ്പം എന്താ കാരണം? ഈ അബ്രിയാക്ഷൻ ചോദിച്ചപ്പോൾ പറയാണ്, മാത്രം അയാൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ ഒന്നിച്ച് നടക്കുന്ന സമയത്ത് ആരെങ്കിലും പറയാണ് ഈ പെണ്ണിൻ്റെ കൂടെ വേറൊരാൾ നടക്കുന്നത് കണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വല്ല സംശയം തോന്നുമോ? അത് ഞാൻ ആങ്ങളാന്നുള്ള മാതിരി, കസിൻ സിസ്റ്ററാണല്ലോ, ആങ്ങളാന്നുള്ള മാതിരി അല്ല പെരുമാറിയെന്ന് വല്ല പെരുമാറ്റം വല്ല സംശയം അയാൾക്ക് തോന്നുമോ? തോന്നിയിട്ട് എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ വല്ല കുഴപ്പം വരുമോ? അതോടുകൂടി ഇയാൾക്ക് ഇനി ജീവിക്കും വേണ്ട, ഒന്നും വേണ്ട തോന്നുന്നു. അതിൻ്റെ ശേഷം അവിടെ നിന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതങ്ങനെ എങ്ങനെ പറയാം? സ്വന്തം സിസ്റ്ററാണ്, മുൻകൂട്ടി തന്നെ പറയാലോ. അവൾ തന്നെ പറഞ്ഞോളൂല്ലോ, എൻ്റെ സ്വന്തം ആങ്ങള കൂടി ഇത്രയ്ക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹമായിരുന്നു, അവനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇതൊക്കെ പറഞ്ഞിട്ട് അത് വേണ്ട മാതിരി ആ ഒരു പറയേണ്ട ലോജിക്കായിട്ടുള്ളൊരു തിങ്കിങ് ഉണ്ട്. അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉണർത്തിയതിന് ശേഷം ആൾ ഉഷാറായി വീണ്ടും കോളേജിൽ പോകാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും. അബ്രിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെയാണ് മതം എന്ന് പറഞ്ഞാൽ. മതത്തിൽ പ്രാർത്ഥന ഇങ്ങനെ പാടി 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 ഈ പെൻഡത്താൽ സോഡിയം കൊടുത്ത് ടോയ്ലറ്റ് സീപ്പാക്കുന്ന മാതിരി നമ്മളെ മനസ്സുകൊണ്ട് വരും. വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വല്ലതും അങ്ങ് പറഞ്ഞു വിട്ടാൽ അത് നമ്മുടെ സ്വഭാവമായി മാറും. പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഇപ്പോൾ ഈ പെൻഡത്താൽ കൊടുത്തിട്ട് നമ്മൾ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഒരു സജഷൻ കൊടുത്ത് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് വയ്ക്കുക. ആ പഠിപ്പിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അത് ആ പഠിപ്പിച്ച കാര്യം വ്യക്തി ജീവിതത്തിനും സമൂഹ ജീവിതത്തിനും ഈശ്വരീയമായിട്ടുള്ള ചിന്താഗതിക്കും മൂന്നിനും യോജിച്ചതാണെങ്കിൽ അയാൾ പരമശാന്തനായിട്ട്. നേരെ മറിച്ച് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസിനും സോഷ്യൽ കോൺഷ്യസ്നസും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരത്തക്ക വിധത്തിൽ ഒരു ഐഡിയ ആണ് നമ്മൾ അവരുടെ മനസ്സിൽ കുത്തിച്ചെലുത്തിയെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ വയലൻ്റ് ആവും. ഇപ്പോൾ ഒരു കാര്യം പറയാൻ, ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ആൾ ഞാനാണ് എന്ന് അവനോട് പറഞ്ഞു എന്ന് വയ്ക്കാം. അവൻ ഉണർന്നു കഴിഞ്ഞ് കസേലെടുത്ത് വലിച്ചെറിയും, അവിടെ ഇവിടെ ഇടിക്കുകയൊക്കെ ചെയ്യും. എന്താ കാരണം എന്ന് വെച്ചാൽ രണ്ടാമത് അബ്രിയാക്ഷൻ നടത്തിയിട്ട് ആ ഐഡിയ എടുത്ത് മാറ്റേണ്ടി വരും, എന്നാലേ അവൻ ശാന്തനാവുള്ളൂ. അപ്പോൾ ഈ മതമൊക്കെ എങ്ങനെയാണ്? ഈ പ്രാർത്ഥിച്ച് അവരെ മനസ്സിനെ സെഡേറ്റ് ചെയ്യാണ്, ഹാഫ് സെഡേറ്റഡ് ആക്കുകയാണ്. അതിൻ്റെ ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മതപഠനം പഠിപ്പിക്കുന്നത് മുഴുവൻ ഇൻഡിവിജ്വൽ കോൺഷ്യസിനും സോഷ്യൽ കോൺഷ്യസിനും കോസ്മിക് കോൺഷ്യസിനും നിരക്കുന്നതായിരിക്കണം. ഇപ്പറയുന്നത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നുള്ള തത്വപ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ ലോകാ സംസ്ഥാ സുഖിനോ ഭവന്തു എന്നുള്ള തത്വത്തിൽ അധീക്ഷിതായിരിക്കണം. അല്ലാതെ നെവർ മേക്ക് ഡാഷ് യുവർ ഫ്രണ്ട്സ് ബിക്കോസ് ദേ ആർ നോട്ട് എനിമീസ് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞൊരു വാചകം പഠിപ്പിച്ചു എന്ന് വയ്ക്കുക. പിന്നെ ആ വർഗ്ഗക്കാരെ കാണുമ്പോഴേക്ക് നമുക്ക് ആകദേശിയായി ഇതായി. നമ്മൾ ഈ നാട്ടിൽ ജാതി വ്യത്യാസമൊക്കെ അങ്ങനെയാണല്ലോ. ചെറുപ്പം മുതലേ നമ്മൾ കുട്ടി മറ്റേ ജാതിക്കാരാണ് മറ്റേ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുക. അവരെ കാണുമ്പോഴേക്ക് അറക്കുകയാണ് പിന്നെ. അപ്പം അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുക. നേരെ മറിച്ച് ഈ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാലോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് അവർ പറയാണ്, അയ്യോ ആ വീട്ടിലൊരു സ്ത്രീയുണ്ട്, ഈ എക്സീം അങ്ങനെ പൊട്ടിയലിച്ചത്, ഞങ്ങൾക്ക് വെറുപ്പാണ്, അവരെ കണ്ടുകൂടെ ഞങ്ങൾക്ക്. എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ ചികിത്സയൊക്കെ കൊടുത്താൽ മാറുകയും ചെയ്തു. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ വരെ മുത്തച്ഛന് എക്സീമ വന്നു. ഇപ്പം എങ്ങനെയെന്ന് വെച്ചു, അയ്യോ ഇങ്ങനെ എക്സീമ അല്ലേ, ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒന്നിന് വിപരീതമായ മാതിരി നമ്മൾ ആദ്യം ധരിച്ചു വെച്ചാൽ കുഴപ്പമായി എന്നർത്ഥം. അതുകൊണ്ട് അബ്രിയാക്ഷൻ എന്ന് പറഞ്ഞ തത്വപ്രകാരം മാരകമായ വയലൻസ് പുറത്തേക്ക് എക്സ്പ്ലോഡ് ചെയ്യിക്കുന്നതായ എത്രയോ ഐഡിയാസ് ദിവസം പ്രതി ഇപ്പോഴും വൈകുന്നേരം രാവിലെ കുത്തിച്ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ് കുരുന്ന് ഹൃദയങ്ങളിലേക്ക്. അങ്ങനെ എത്രയോ വാചകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും ചില മതങ്ങൾ. ദിസ് ഈസ് ദ ഓൺലി പാത്ത്, നോ അതർ പാത്ത്. ബാക്കിയെല്ലാം ചാത്താനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ മുഴുവനും ഏത് സമയത്തും വയലൻ്റ് ആവാനുള്ളതായ ഒരു ആശയമാണ് ഉള്ളിൽ കിടക്കുന്നത്. കാരണം ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് സോഷ്യൽ കോൺഷ്യസ്നസ് കോസ്മിക് കോൺഷ്യസ്നസ് നിരക്കുന്നതല്ല ഇത് അവരെ ഏതാനും വ്യക്തികൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം നിരക്കുന്നതാണ്, മറ്റുള്ളതിന് കോൺട്രഡിക്ടറിയാണ്. അപ്പം അങ്ങനത്തെ ആശയം ഉള്ളിൽ കിടക്കുന്ന കാലം വരെ അത് കാണുമ്പോഴേക്ക് വയലൻ്റ് ആവും. ഡിവിഷൻ ഈസ് വയലൻസ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമൂർത്തി പറയാറുണ്ട്. അതുകൊണ്ട് ഇത്തരം ആശയങ്ങൾ ഉള്ളിൽ കടത്തി വിടുന്നതാണ് ഏറ്റവും വലിയ അധർമ്മം എന്നാണ്. അതുകൊണ്ട് ധർമ്മബോധം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ് സോഷ്യൽ കോൺഷ്യസ് കോസ്മിക് കോൺഷ്യസ് ഈ മൂന്നിന് നിരക്കുന്ന തരത്തിലുള്ള ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എന്നാണ് പറയാം. ഇങ്ങനെ ഇതിൻ്റെ നാനാതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എത്രയോ വലിയ സൂക്ഷ്മ രൂപത്തിൽ ഉപനിഷത്തുകളിലൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ കാണാം. ധർമ്മം എന്നുള്ള വാക്ക് വരുമ്പോഴേക്ക് തന്നെ ഈ 4 അർത്ഥത്തിലും അത് ഒരേമാതിരി ഘടിക്കണം. ഏതെങ്കിലും ഒന്ന് മറ്റായിട്ട് ഘടിക്കുന്നില്ലേ, ആ കോൺസെപ്റ്റ് ഏതൊരാളും ഉള്ളിലുള്ള ആണോ ഉള്ളത്, അയാൾ ഏത് സമയവും
അയാളുടെ സ്വന്തം ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ബാലൻസ് തകർക്കുന്ന ഒരു എക്സ്പ്ലോഡിങ് ആയിട്ടുള്ള ഒരു കരിമരുന്നാണ് എന്ന് ധരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലോകാ സംസ്ഥാ സുഖിനോ ഭവന്തു എന്നുള്ള ആശയത്തിൻ്റെ അർത്ഥം വ്യക്തിതലം മുതൽ സമൂഹതലത്തിൽ കൂടി ഈശ്വരതലം വരെ, കോസ്മിക് വിശ്വ മനസ്സ് വരെ ഒരേമാതിരി സമന്വയിപ്പിച്ച് കുട്ടികൾ മുതൽ പഠിപ്പിച്ച് വരണം എന്നാണ്. അതുകൊണ്ട് നമ്മളും നമ്മളെ ജീവിതത്തിൽ ആ ധർമ്മബോധം ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ്. ഇപ്പോൾ ഈ നാട്ടിലിപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സാറെന്ന് വെച്ചാൽ ഒരു ദിവസം ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വാർഡിൽ വെച്ച് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ചെരുപ്പിടുന്നുണ്ടോ? ആ ചെരുപ്പിടുന്നുണ്ട്. അയൽക്കാരന് മുള്ളുത്താതിരിക്കാനാണോ? അല്ല. നിങ്ങൾ ആഹാരം കഴിക്കുന്ന അയൽക്കാർക്ക് വിശക്കാതിരിക്കാനാണോ? എത്രയോ ആൾക്കാർ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ആഹാരം കഴിച്ചാൽ അവർക്ക് വിശപ്പ് മാറോ? ഇല്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന ആരാന് തണുക്കാതിരിക്കാനാണോ? അല്ല. നിങ്ങൾ കുട പിടിക്കുന്ന ആരാന് മഴ കൊള്ളാതിരിക്കാനോ? അല്ല. അപ്പം നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനല്ലേ? അതുപോലെ വേണം ധർമ്മബോധം. എൻ്റെ ധർമ്മബോധം ഞാൻ കൊണ്ടു നടക്കണം. ബാക്കിയുള്ളവരും ധർമ്മബോധമാണ്. പിന്നെ ഞാനെന്തിനാ? ആരും ചെരുപ്പിടുന്നില്ല, പിന്നെ ഞാനെന്തിനാ ചെരുപ്പിടുന്നു നിങ്ങൾ വിചാരിക്കണ്ടോ? എത്രയോ പേര് ചെരുപ്പില്ലാതെ നടക്കുന്നു. അതുകൊണ്ട് എനിക്കും ചെരുപ്പ് വേണ്ടാന്ന് വെച്ചോ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ധർമ്മബോധം ആദ്യം അനുസരിക്കുക, കൊണ്ടു നടക്കുക. പക്ഷേ ചില സമയത്ത് ഈസോട്രിക് എക്സോട്രിക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ ഈസോട്രിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ളതായ ചില രഹസ്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ. അതായത് കൾപ്രിറ്റ് ആയിരിക്കാം, ഒരാൾ കുറ്റക്കാരനായിരിക്കാം, പക്ഷെ അയാളെ ശിക്ഷിച്ചാൽ നാഷണലായിട്ട് ചില കുഴപ്പങ്ങളുണ്ടാവുമെന്ന് കണ്ടാൽ സുപ്രീം കോടതി ജഡ്ജിമാർ അയാൾ വെറുതെ വിടാൻ തീരുമാനിക്കും, വെറുതെ അങ്ങോട്ട്. ഇതുപോലെ ചില പ്രപഞ്ചത്തിൻ്റെ അകക്കൂടി നിലനിൽപ്പിന് സഹായകരമായ ചില അധർമ്മങ്ങൾ ധർമ്മത്തിൻ്റെ രീതിയിൽ, ധർമ്മത്തിൻ്റെ ലെവലിൽ വ്യാഖ്യാനിക്കപ്പെട്ട് പ്രപഞ്ചത്തിൻ്റെ സമനില തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനെന്താ മഹാഭാരതം പറയണത്? ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യപ്പെടുന്നത് എന്തൊക്കെയോ അത് മുഴുവൻ ധർമ്മമായിട്ട് കണക്കാക്കണം എന്നാണ്. അധർമ്മത്തിൻ്റെ പട്ടികയിൽപ്പെട്ട ചിലതുണ്ടെങ്കിൽ പോലും അത് ധർമ്മരക്ഷണത്തിന് വേണമെങ്കിൽ ധർമ്മമായിട്ട് വേണം കണക്കാക്കാൻ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നൊക്കെ ഉണ്ട്. സമയമായതുകൊണ്ട് ഇത്രയും ഒരു ഇൻട്രഡക്ഷനായി മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. കായേന വാച മനസേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. നാളെ ഋതംഭരബുദ്ധി എന്ന് പറഞ്ഞൊരു വിഷയമാണ്. അത് പാതഞ്ജല യോഗസൂത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് ആധ്യാത്മിക ജീവിതവും ഭൗതിക ജീവിതവും തമ്മിലുള്ള ഒരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറി അക്കരെ കടന്നാലേ രക്ഷയുള്ളൂ, ഇക്കരെ ഇരിക്കുന്ന കാലം വരെ രക്ഷയില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. നമസ്കാരം.